റോമാലേഖനം അതിന്റെ 7-ാമത്തെ അധ്യായമാണ് നാം ചിന്തിച്ചുകൊണ്ട് ഇരുന്നത്. അതിന്റെ 14 മുതൽ 25 വരെയുള്ള വേദഭാഗങ്ങളാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആസ്പദമായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിന്റെ 14-ാമത്തെ വാക്യവും അതുപോലെ 22, 23 വാക്യങ്ങൾ പ്രാരംഭമായിട്ട് വായിക്കാം. മറ്റു വാക്യങ്ങൾ ആവശ്യാനുസരണം നമുക്ക് വായിക്കാമല്ലോ. 14-ാമത്തെ വാക്യം, ന്യായപ്രമാണം ആത്മീകം എന്ന് നാം അറിയുന്നുവല്ലോ, ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. അതിന്റെ 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ, അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എന്റെ പക്കൽ ഉണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അത് എൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. റോമാലേഖനം 7-ാം അധ്യായം അതിന്റെ ആദ്യത്തെ 2 വിഷയങ്ങൾ നാം ചർച്ച ചെയ്തു. 1 മുതൽ 6 വരെയുള്ള വേദഭാഗങ്ങളിൽ ന്യായപ്രമാണത്തിന്റെ ആ അധികാരത്തിൽ നിന്ന് നാം ക്രിസ്തുവിനാൽ സ്വാതന്ത്ര്യം ഉള്ളവരായിട്ട് തീർന്നിരിക്കുകയാണ്. 2-ാമത്തെ ഭാഗം 7 മുതൽ 13 വരെയുള്ള വേദഭാഗങ്ങളിൽ ന്യായപ്രമാണം ഒബ്സലേറ്റ് ആയിട്ടില്ല, അത് കാലഹരണപ്പെട്ടിട്ടില്ല, അത് മാറ്റപ്പെട്ടിട്ടില്ല, അതിന് നീക്കം വന്നിട്ടില്ല. യേശു കർത്താവ് അത് നിവർത്തിച്ചിരിക്കുന്ന നിമിത്തം യേശു ക്രിസ്തുവിലൂടെ ആ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും അത് നിവർത്തിക്കുവാനായിട്ട് ഉള്ള എല്ലാ റിസോഴ്സസും ദൈവം നൽകിക്കൊണ്ട് ന്യായപ്രമാണത്തെ നിവർത്തിക്കുവാനായിട്ടാണ് ആ പ്രമാണം നൽകിയത് എന്ന് നാം കണ്ടുകഴിഞ്ഞു. എന്നാൽ ഈ ഒരു പ്രത്യേക ഭാഗത്തിലേക്ക് 14 മുതൽ 25 വരെയുള്ള വേദഭാഗങ്ങളുണ്ട്. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ വർത്തമാനകാല അനുഭവത്തെ വിശദീകരിക്കുന്ന ഒരു വേദഭാഗമാണ്. ഇതിനു മുമ്പുള്ള ഭാഗത്ത് അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ പ്രീ കൺവേർഷൻ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ മാനസാന്തരപ്പെടുന്നതിന് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള തൻ്റെ ജീവിതകാലത്തെ വിവക്ഷിച്ചുകൊണ്ട് ഇപ്രകാരം പറയുന്നു: ഞാൻ ഒരു കാലത്ത് ന്യായപ്രമാണം കൂടാതെ ജീവിച്ചിരുന്നു, എന്നാൽ കൽപ്പന വന്നപ്പോൾ പാപം വീണ്ടും ജീവിക്കുകയും ഞാൻ മരിക്കുകയും ചെയ്തു. ആ നിലയിൽ ന്യായപ്രമാണം അത് പാപത്തെ വെളിവാക്കുകയും ന്യായപ്രമാണത്തിന്റെ ശിക്ഷാവിധി അതിന് യോഗ്യനായിട്ട് അപ്പോസ്തലനായ പൗലോസ് തീരുകയും ചെയ്തു. എന്നാൽ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ദൈവത്തിന്റെ കൃപയ്ക്ക് വിധേയനായിട്ട് താൻ തീരുകയും ആ ക്രൂശിലൂടെയുള്ള രക്ഷയ്ക്കും നീതീകരണത്തിനും വിശ്വാസത്താലുള്ള നീതീകരണത്തിന് താൻ ഉടമയായിട്ട് തീരുകയും ചെയ്തു. 14 മുതലുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ഇപ്പോഴത്തെ അനുഭവമാണ് താൻ വിശദീകരിക്കുന്നത്. വേദപണ്ഡിതന്മാരുടെ ഇടയിൽ വിവിധ അഭിപ്രായങ്ങളുണ്ട്. ഈ ഒരു ഭാഗത്തെ സംബന്ധിച്ച് ഇത് ജഡികനായിട്ടുള്ള ഒരു വിശ്വാസിയുടെ അനുഭവമാണെന്നോ, അല്ലെങ്കിൽ ജഡത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ വിശുദ്ധ ജീവിതത്തിന് തയ്യാറാകാത്ത ഒരു വ്യക്തിയുടെ ജീവിതാനുഭവം എന്നൊക്കെ ചിലപ്പോൾ ഇതിനെ വിശദീകരിച്ച് കാണാറുണ്ട്. എന്നാൽ ഇതിന്റെ വാക്യങ്ങൾ വ്യക്തമായിട്ട് നാം വായിച്ചു കഴിഞ്ഞാൽ, ഞാനാകുന്നു, എന്നിൽ വസിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ എന്ന് ആവർത്തിച്ച് പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തൻ്റെ വർത്തമാന കാല അനുഭവമാണ് എന്ന് നമുക്ക് തിരിച്ചറിയുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. എന്നാൽ ഇതെന്തുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് തന്നെ കുറിച്ച് ഇങ്ങനെ പറയുന്നു? രക്ഷിക്കപ്പെട്ട് ആത്മീയമായിട്ടുള്ള ഉന്നതമായിട്ടുള്ള നിലവാരം വിശ്വാസത്തിലും ജീവിതത്തിലും വിശുദ്ധീകരണത്തിലും സുവിശേഷീകരണത്തിലുമൊക്കെ, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള വെളിപ്പാടുകളുടെ ആധിക്യം ലഭിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അപ്പോസ്തലനായ പൗലോസ് തന്നെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ നിലയിലാണോ കരുതേണ്ടത്? അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായിട്ടുള്ള ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? ഞാൻ ആഗ്രഹിക്കുന്ന നന്മ ചെയ്യുവാൻ എനിക്ക് സാധിക്കുന്നില്ല, ഞാൻ വെറുക്കുന്ന അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എന്നിങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അപ്പോസ്തലനായ പൗലോസ്, ഇത്രയും ഉന്നതമായിട്ടുള്ള ഒരു ആത്മീക നിലവാരം പുലർത്തുന്ന വ്യക്തി, പാപത്തോടുള്ള ബന്ധത്തിൽ തൻ്റെ മനോഭാവം ഇങ്ങനെയാണോ എന്നൊക്കെ ഇകഴ്ത്തി കാണുവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഈ ഭാഗത്തിലെ വിശദ വിവരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതങ്ങനെയല്ല. അപ്പോസ്തലനായ പൗലോസ് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ തന്നെ ഉദാഹരിച്ചുകൊണ്ട് ഏതൊരു വിശ്വാസിയുടെയും ജീവിതത്തിൽ അത് ഒരു ബലഹീന വിശ്വാസി എന്നല്ല, ഏറ്റവും ഉന്നതമായിട്ടുള്ള ആത്മീക മെച്യൂരിറ്റി ഉള്ള പ്രാഗൽഭ്യമുള്ള വളരെ
നല്ല നിലയില് അല്ലെങ്കിൽ ലോകപ്രകാരമോ വചനപ്രകാരമോ ദൈവഹിതപ്രകാരമോ ഒക്കെ ജീവിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ താൻ കണ്ടെത്തുന്ന അല്ലെങ്കിൽ താൻ അനുഭവിക്കുന്ന ഒരു പ്രത്യേക സ്ട്രഗിൾ, അതിനെക്കുറിച്ചാണ് ഇവിടെ വിശദമാക്കുന്നത്. അപ്പൊ ഈ ഒരു കാര്യത്തിൽ നിന്ന് അപ്പോസ്തലനായ പൗലോസ് തന്നെക്കുറിച്ച് പറയുന്നത് താൻ പോലും ഒഴിവുള്ളവനല്ല. അങ്ങനെയാണെങ്കിൽ ഈ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഒഴിവുള്ളവരായിട്ട് ആരെയും നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധ്യമല്ല. ഇറ്റ്സ് എ റിയാലിറ്റി ഓഫ് ക്രിസ്ത്യൻ എക്സ്പീരിയൻസ്. ഒരു വിശ്വാസിയുടെ അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിന്റെ പരമാർത്ഥമായിട്ടുള്ള ഒരു വാസ്തവമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇത്. പലപ്പോഴും ഇതിനെ വിസ്മരിക്കാറുണ്ട്. ചിലർ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ആത്മീയമായിട്ട് വളർച്ചയൊക്കെ പ്രാപിച്ചു, അതുകൊണ്ട് പാപം എന്ന് പറയുന്നത് എന്നോട് 7 അയലത്ത് പോലും അടുക്കുവാൻ സാധ്യതയില്ല, ഞാൻ അതിനെയൊക്കെ വിജയിച്ച് ഉന്നതമായിട്ടുള്ള ജീവിത നിലവാരത്തിന് ഉടമയാണ് എന്നൊക്കെ അഹങ്കരിക്കുകയും പ്രശംസിക്കുകയും മറ്റുള്ളവരെ തന്നെക്കാൾ ആത്മീകമായിട്ട് ഇളയവരാണെന്നും അവർ പോരാത്തവരാണെന്നും ഒക്കെ ചിന്തിക്കുന്ന ഒരു സമൂഹം ഉണ്ട്. അതിനെ നാം നേരായിട്ട് പറയുകയാണെങ്കിൽ അത് ഒരു ആത്മീക അഹങ്കാരം എന്ന് മാത്രമേ അതിന് പറയുവാൻ സാധ്യതയുള്ളൂ. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലെ ജീവിത അനുഭവത്തെ പച്ചയായിട്ട് ഇങ്ങനെ വിശദീകരിച്ചിരിക്കുമ്പോൾ ഈ ഒരു വിശദീകരണത്തിൽ നിന്ന് ഞാൻ ഒഴിവുള്ളവനാണ് എന്ന് പറയുവാനായിട്ട് ആർക്കെങ്കിലും സാധിക്കുമോ എന്ന് അറിയില്ല. പ്രത്യേകിച്ച് എൻ്റെ ഓർമ്മയിലേക്ക് വരുന്ന ഒരു വേദഭാഗം എന്ന് പറയുന്നത് ഫിലിപ്പിയ ലേഖനത്തില് 3-ാം അധ്യായത്തില് അപ്പോസ്തലനായ പൗലോസ് ക്രിസ്തുവിനെ നേടേണ്ടതിന് വേണ്ടി, ക്രിസ്തുവിനെ അറിയേണ്ടതിന് വേണ്ടി, അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി അനുഭവിച്ചറിയേണ്ടതിന് വേണ്ടി പിടിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിരൂപിക്കുന്നില്ല. ഞാൻ ദൈവത്താൽ പിടിച്ചിരിക്കുക കൊണ്ട് അത് പിടിക്കാമോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്തുടരുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞതിന് ശേഷം അപ്പോസ്തലനായ പൗലോസ് ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് അവിടെ നൽകുന്നു. അപ്പോ അപ്പോസ്തലനായ പൗലോസ് പോലും വിശ്വാസ ജീവിതത്തിലെ ഒരു സമ്പൂർത്തി അവകാശപ്പെടുന്നില്ല. ഇനി ആരെങ്കിലും അങ്ങനെ സമ്പൂർത്തി അവകാശപ്പെടാനായിട്ട് യോഗ്യത ഉള്ളവരുണ്ട് എങ്കിൽ അവരെങ്ങനെ ചിന്തിക്കണം എന്ന് ആ വേദഭാഗത്തിൽ പറയുന്നു. ഏതാ 14-ാമത്തെ വാക്യം 3:14, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പുള്ളത് മറന്നു, മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായിട്ട് ലാക്കിലേക്ക് ഓടുന്നു. നമ്മിൽ തികഞ്ഞവർ ഒക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളുക. വല്ലതിനും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കുക. ആത്മീകമായിട്ട് അല്ലെങ്കിൽ വിശുദ്ധീകരണത്തോടുള്ള ബന്ധത്തിൽ, സാങ്ക്ടിഫിക്കേഷനോടുള്ള ബന്ധത്തിൽ അതിന്റെ പൂർത്തീകരണത്തിൽ എത്തി എന്ന് ആർക്കെങ്കിലും ക്ലെയിം ചെയ്യാൻ സാധിക്കുമോ? ആർക്കും ഒരു നാളും സാധ്യമല്ല. ഇനി നമ്മിൽ തികഞ്ഞവര് അങ്ങനെ ചിന്തിക്കുന്നു എങ്കിൽ, അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളണം. ഞാൻ പിന്തുടരുന്നതേ ഉള്ളൂ, ബിരുദനായിട്ട് ഞാൻ ലാക്കിലേക്ക് ഓടുക മാത്രമേ ചെയ്യുന്നുള്ളൂ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഇനി അങ്ങനെ ചിന്തിക്കുവാൻ ആർക്കും മനസ്സില്ല എങ്കിൽ, ആർക്കെങ്കിലും മനസ്സില്ല എങ്കിൽ ദൈവം അതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. നാം ദൈവസേനയിൽ വളരെ താഴ്മയുള്ളവരായിട്ട്, വളരെ ഹ്യൂമിലിറ്റിയോടുകൂടെ ദൈവസേനയിലായിരിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മിൽ ആർക്കും ഒരു തികവ് ക്ലെയിം ചെയ്യുവാനായിട്ട് സാധ്യതയില്ല. അപ്പോസ്തലനായ പൗലോസ് ആ വിഷയങ്ങളാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഇവിടെ പൗലോസ് ക്രിസ്തീയ ജീവിതത്തിൽ താൻ അനുഭവിക്കുന്ന ഒരു വലിയ വേദന പങ്കുവെക്കുകയാണ്. വാസ്തവത്തിൽ ഇതൊരു കരച്ചിലാണ്, ഒരു നിലവിളിയാണ്, അല്ലെങ്കിൽ ഒരു ലമന്റേഷൻ, ഒരു വിലാപം എന്ന് വേണമെങ്കിൽ പറയാം. തൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ താൻ അനുഭവിക്കുന്ന ഒരു 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 വേദന, അല്ലെങ്കിൽ ഒരു ഫ്രസ്ട്രേഷൻ, അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ, അല്ലെങ്കിൽ തനിക്ക് പരാജയം നേരിടുന്ന ചില അവസരങ്ങളിലെങ്കിലും താൻ ചിന്തിച്ചു പോകുന്ന ഒരു അനുഭവത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ അനുഭവം വേറെ ഒന്നുമില്ല. 14-ാമത്തെ വാക്യത്തിൽ തുടങ്ങുന്നത് തന്നെ, ന്യായപ്രമാണം ആത്മീകം എന്ന് നാം അറിയുന്നുവല്ലോ. ന്യായപ്രമാണത്തിൽ ഒരു കുറവും പറയുവാനായിട്ടില്ല. അതിനകത്ത് ഒരു ബലഹീനതകളും ഇല്ല. അതിനകത്ത് ഒരു വിശുദ്ധി കുറവും ഇല്ല. അതിനകത്ത് ഒരു പാപത്തിന്റെ അംശവും ഇല്ല. ന്യായപ്രമാണം ആത്മീകം തന്നെയാണ്. അത് തികവുള്ളത് തന്നെയാണ്. അത് നീതീകരണത്തിന് ആയിട്ട് അല്ലെങ്കിൽ ദൈവം നൽകിയ കൽപ്പനയാണ്. അത് വിശുദ്ധമാണ്, അത് ന്യായമാണ്, അത് നല്ലതാണ്. അതിനകത്ത് ഒരു ഊനവും പറയുവാനായിട്ടില്ല. എന്നാൽ ആ ന്യായപ്രമാണം അനുസരിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ
ഒബീഡിയൻസിനോടുള്ള ബന്ധത്തിൽ ഞാൻ പരാജയപ്പെടുന്നു. അതിന് കാരണം താൻ പറയുന്നത് 14-ാം വാക്യം, ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായിട്ട് വിൽക്കപ്പെട്ടവൻ തന്നെ. ഈ ഒരു വാക്യമാണ് പലപ്പോഴും ചിന്താക്കുഴപ്പത്തിൽ വരുന്നത്. രക്ഷിക്കപ്പെട്ട അപ്പോസ്തലനായ പൗലോസ് വിശ്വാസത്തിൽ ഉന്നതമായിട്ടുള്ള ജീവിതം നയിക്കുന്ന, ഉന്നതമായ ദർശനങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന വ്യക്തി തന്നെക്കുറിച്ച് പറയുന്നത് ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായിട്ട് വിൽക്കപ്പെട്ടവൻ തന്നെ. അത്തരമൊരു ദാസ്യത്വം അപ്പോസ്തലനായ പൗലോസ് അനുഭവിക്കുന്നുണ്ടോ? ഇതായിരിക്കാം പലരെയും ചിന്തിപ്പിക്കുന്നത്. ഇത് അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ചല്ല, ഒരുപക്ഷെ ജഡീകന്മാരായിട്ടുള്ള വിശ്വാസികളെ കുറിച്ച് പറയുന്നു ആണ് എന്ന് പഠിപ്പിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നു. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് ഒരു വാസ്തവം, ഒരു ട്രൂത്ത് ഇവിടെ പറയുകയാണ്. ഞാൻ ജഡമയനാണ്, പാപത്തിന് ദാസനായിട്ട് വിൽക്കപ്പെട്ടവൻ തന്നെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ രക്ഷിക്കപ്പെട്ടവനല്ലാത്തവനല്ല, ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് അവൻ പുതിയ സൃഷ്ടിയായിട്ട് തീർക്കപ്പെട്ടവനാണ്. അവൻ വിശ്വാസത്താലുള്ള നീതീകരണം പ്രാപിക്കപ്പെട്ടവനാണ്. യേശു കർത്താവിന്റെ ചങ്കിലെ ചോരയാൽ കഴുകപ്പെട്ടവനാണ്. ദൈവം മുമ്പാകെ ശരിയായിട്ടുള്ള ഒരു നിലനിൽപ്പ്, ഒരു സ്റ്റാൻഡിങ് തനിക്ക് ലഭിച്ചിട്ടുമുണ്ട്. അതില്ല എന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഇത് എന്ന് പറയുന്നത് ഒരു പക്ഷെങ്കിൽ നാം പ്രായോഗികമായിട്ട് ചിന്തിക്കുമ്പോൾ നാം എല്ലാവരും അനുഭവിക്കുന്ന ഒരു ചിന്താക്കുഴപ്പം തന്നെ. നാം സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും, നാം അത് പുറത്തു പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും, എല്ലാ വിശ്വാസികളും അനുഭവിക്കുന്ന ഒരു ഇന്റേണൽ സ്ട്രഗിൾ ആണ് ഇവിടെ നാം കാണുന്നത്. അത് എന്ന് പറയുന്നത് പാപത്തോടുള്ള ബന്ധത്തിൽ ഉള്ള പരാജയങ്ങൾ തന്നെയാണ്. മാത്രമല്ല, ഇത് വിശ്വാസികൾക്ക് മാത്രമേ ഇങ്ങനെ ഒരു വിചിന്തനം നടത്താൻ സാധിക്കൂ. അവിശ്വാസികൾക്ക് ഞാൻ പാപത്തിന് ദാസനായിട്ട് വിൽക്കപ്പെട്ടവനാണെന്നോ ഞാൻ ജഡമയനെന്നോ അവർക്ക് തോന്നുകയില്ല. കാരണം വെള്ളത്തിൽ വെച്ച് ഒരു ഭാരം ഉയർത്തിയാൽ അതിന്റെ ഭാരം അവർക്കറിയുവാൻ സാധ്യമല്ല. എന്നാൽ വെള്ളത്തിൽ നിന്ന് മുകളിലേക്ക് വന്നിട്ട് അതിന്റെ ഒരു വസ്തുവിന്റെ ഭാരം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അതിന്റെ ഭാരം, അതിന്റെ തീവ്രത എത്രയാണെന്ന് അറിയുവാനായിട്ട് സാധിക്കും. വെള്ളത്തിൽ വെച്ച് ഒരു കാര്യത്തെ ഉയർത്തുന്നത് വളരെ എളുപ്പമാണ്. എന്നാൽ വെള്ളത്തിന് മുകളിലേക്ക് അതിനെ ഉയർത്തുക എന്ന് പറഞ്ഞാൽ അല്പശ്രമകരമാണ്. അപ്പൊ പാപത്തിൽ മുഴുകിക്കിടക്കുന്ന ഒരു വ്യക്തിക്ക്, രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിക്ക്, ദൈവാത്മാവിനാൽ പുതുജനനം പ്രാപിക്കാത്ത ഒരു വ്യക്തിക്ക് പാപത്തെക്കുറിച്ച് വലിയ ഭാരമൊന്നും തോന്നുകയില്ല. അവർ പാപിയാണെന്നോ, അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവർത്തികൾ പാപപങ്കിലമാണെന്നോ, അല്ലെങ്കിൽ ജഡത്തിൽ തന്നെ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തി ഉണ്ട് എന്നോ, പാപത്തിന് തന്നെ വലിച്ചടയ്ക്കുന്ന ഒരു ക്രേവിങ്സ് ഉണ്ട് എന്നോ ആർക്ക് തോന്നുകയില്ല? അവിശ്വാസിക്ക് തോന്നുകയില്ല. അത് തോന്നുന്നത് വിശ്വാസിക്കാണ്. രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദന മാത്രമേ പാപത്തിലേക്ക് തന്നെ വലിച്ചഴയ്ക്കുന്ന ഒരു പ്രേരകത്തെക്കുറിച്ചുള്ള, അതിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് തിരിച്ചറിയുവാനായിട്ട് സാധ്യതയുള്ളൂ. മാത്രമല്ല, ഇവിടെ 21, 22 വാക്യങ്ങളിൽ ഇവിടെ അങ്ങ് നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കലുണ്ട് വേറൊരു പ്രമാണം കാണുന്നു. അപ്പൊ വേറൊരു പ്രമാണത്തെക്കുറിച്ച് പറയുന്നു. അത് പറയുന്നത് കൊണ്ട് തന്നെ ശരിയായിട്ടുള്ള ഒരു പ്രമാണം അവിടെ ഉണ്ട്. എന്നാൽ അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന മറ്റൊരു പ്രമാണത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ അതിലേക്ക് കടന്നു വരാം. ഇത് പൗലോസിന്റെ വർത്തമാനകാല അനുഭവത്തെക്കുറിച്ചാണ് സാക്ഷീകരിക്കുന്നത്. ഈ വാക്യങ്ങൾ വായിച്ചാൽ തന്നെ അത് പ്രസന്റ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് സംശയിക്കേണ്ട കാര്യം ഇല്ല. ഇനി പൗലോസ് തന്റെ അനുഭവത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ പാപത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും. ഇതൊക്കെ പറഞ്ഞതിന് ശേഷവും തന്റെ പ്രതീക്ഷയും തനിക്ക് പ്രത്യാശ ഇല്ലാത്തവനെ പോലെ അല്ല, എല്ലാം തകർന്നുപോയി എന്നുള്ള ചിന്താഗതിക്കാരനല്ല. പിന്നെയോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പാപത്തിന്മേലുള്ള ഒരു വിജയവും പാപത്തിന് അധീനമായിട്ടുള്ള ശരീരത്തിൽ നിന്നുള്ള ഒരു വിടുതലും ദൈവമക്കൾക്ക് ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അത് യേശുക്രിസ്തു മുഖാന്തരം നൽകുന്നു എന്നുള്ള ശുഭസൂചകമായിട്ടുള്ള ഒരു പര്യവസാനമാണ് ഈ അധ്യായത്തിന് ഉള്ളത്. അതുകൊണ്ട് താൻ നിരാശയിലേക്ക് കൂപ്പുകുത്തി നിരാശ ബാധിച്ച് പിന്മാറ്റത്തിലേക്കോ അല്ലെങ്കിൽ ഫ്രസ്ട്രേഷനിലോ അകപ്പെട്ട് ഉഴലുന്നവനല്ല. ഇത് തന്റെ അനുഭവമായിരിക്കെ അതിനെ അതിജീവിക്കുന്ന ഒരു പ്രമാണത്തെക്കുറിച്ചും അതിജീവിക്കുന്ന ഒരു സഹായത്തെക്കുറിച്ചും അതിജീവിക്കുന്ന ഒരു കാലത്തെക്കുറിച്ചുമുള്ള വ്യക്തമായിട്ടുള്ള ബോധ്യം തനിക്കുണ്ട്.
ആ ബോധ്യത്തെ 8-ാം അധ്യായം സവിസ്തരം വിശദീകരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. റോമാലേഖനം 8-ാം അധ്യായം ഇവിടെയുള്ള എല്ലാ കുറവുകളെയും പരാജയത്തെയും അതിജീവിക്കുവാനായിട്ടുള്ള ദൈവത്തിന്റെ ശാക്തീകരണ പദ്ധതിയായിട്ട് വിജയം വാഗ്ദാനം ചെയ്ത നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിൽ ഒക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു എന്നുള്ള ഒരു അവസാന വാക്യത്തോടുകൂടെയാണ് 8-ാമത്തെ അധ്യായം അവസാനിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ചോദ്യത്തിന് ഉത്തരം തൊട്ടടുത്ത അധ്യായത്തിൽ ഉണ്ട് താൻ. അതുകൊണ്ട് നാം ഇതിനെ തെറ്റിദ്ധരിക്കേണ്ടതില്ല എന്നുള്ള കാര്യം നാം അറിയേണ്ടതാണ്. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നതിലൂടെ ദൈവം നമുക്ക് വിജയം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പാപത്തിനെ അതിജീവിക്കുവാനുള്ള ദൈവിക ശാക്തീകരണം ഉണ്ട്. മാത്രമല്ല അതിലൂടെ ന്യായപ്രമാണം നിവർത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. എന്തുകൊണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ മനുഷ്യർ ഇതിനെ തെറ്റിദ്ധരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ചില പദപ്രയോഗങ്ങളാണ്. ഒന്നാമത്തെ പദപ്രയോഗം 14-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു, സോൾഡ് അണ്ടർ സിൻ, ഞാൻ പാപത്തിന് ദാസനായിട്ട് വിൽക്കപ്പെട്ടവൻ തന്നെ എന്നുള്ള പദപ്രയോഗം. അത് അവിശ്വാസിയെ കുറിച്ചായിരിക്കാം എന്നുള്ള സൂചന ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ട്. അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ ഹാവിങ് നത്തിങ് ഗുഡ് ഇൻ ഹിം, അല്ലെങ്കിൽ എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല. അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് പറയുന്നത് ഒരുപക്ഷെ അവിശ്വാസിയെ കുറിച്ചായിരിക്കാമെന്ന് ചിന്തിക്കാം. മറ്റൊരു കാര്യം, ആസ് എ റെച്ചഡ് മാൻ, ഞാനൊരു അരിഷ്ട മനുഷ്യൻ എന്ന് ചിന്തിക്കുമ്പോൾ അത് പാപബോധത്താൽ അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പിലുള്ള ഒരു അരിഷ്ടതയെ കുറിച്ചാണെന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. മാത്രമല്ല, ഞാൻ പാപത്തിന് അധീനമായിട്ടുള്ള മരണത്തിന് അധീനമായിട്ടുള്ള ഒരു ശരീരത്തിനകത്ത് ട്രാപ്ഡ് ആയിപ്പോയി, അതിനകത്ത് ഞാൻ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള പ്രയോഗം. എന്നെ ആർ അതിൽ നിന്ന് വിടുവിക്കും, ഞാൻ അതിൽ ബന്ധനസ്ഥനായിരിക്കുകയാണ്. അപ്പം ഈ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇത് രക്ഷിക്കപ്പെട്ട ഒരാളുടെ അനുഭവം അല്ല എന്ന് പറയുന്നവർ അല്ലെങ്കിൽ വ്യാഖ്യാനിക്കുന്നവർ ചിന്തിക്കുന്നത്. എന്നാൽ ഇതിനകത്ത് ഇതിന്റെ 15-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, എന്താ, ന്യായപ്രമാണം നല്ലത് എന്ന് ഞാൻ സമ്മതിക്കുന്നു. അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ നോക്കണേ, ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനല്ല പകയ്ക്കുന്നത് അത്രേ ചെയ്യുന്നത്, ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു എങ്കിലോ ന്യായപ്രമാണം നല്ലത് എന്ന് ഞാൻ സമ്മതിക്കുന്നു. ഓക്കെ, ന്യായപ്രമാണം നല്ലതാണെന്നും ന്യായപ്രമാണം അത് അനുസരിക്കേണ്ടതാണെന്നും അത് ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് ആണെന്നും ഞാൻ സമ്മതിക്കുന്നു. ഈ സമ്മതം ആർക്കും ലഭ്യമല്ല. ഒരു അവിശ്വാസിക്ക് ഇങ്ങനെ ഒരു സമ്മതം നൽകുവാനായിട്ട് സാധ്യമല്ല. മാത്രമല്ല, താൻ നാച്ചുറലായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ ഇച്ഛിക്കുന്നതിനെ അല്ല പകയ്ക്കുന്നതിനെ എത്രയും ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇച്ഛിക്കുന്നത് എന്താണ്? പാപം ചെയ്യുവാൻ ഞാൻ ഇച്ഛിക്കുന്നില്ല, ഞാൻ പകയ്ക്കുന്നതാണ് പാപം. എന്നാൽ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുവാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു ഇച്ഛ അവിശ്വാസിയിൽ സ്വാഭാവികമായിട്ടുണ്ടാകുകയല്ല. എന്നാൽ വിശ്വാസിയിൽ സ്വാഭാവികമായിട്ട് നന്മ ചെയ്യുവാനുള്ള അല്ലെങ്കിൽ ന്യായപ്രമാണം അനുസരിക്കുവാനുള്ള ചിന്ത അവനുണ്ട്. 19-ാമത്തെ വാക്യത്തിൽ ചെയ്യാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ. നോക്കണേ, ഇവിടെ തൻ്റെ ഒരു സങ്കടമാണ്. ഞാൻ ചെയ്യുവാനായിട്ട് ഒരു ദൈവവേദൽ എന്നുള്ള നിലയിൽ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ലല്ലോ, അല്ലെങ്കിൽ ദൈവം ഉദ്ദേശിക്കുന്ന ഉദാത്തമായിട്ടുള്ള ഒരു ജീവിത ഒരു സാന്നിധ്യം എനിക്ക് സംഭവിക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു വിലാപം എന്ന് പറയുന്നത് ഒരു ദൈവവേദലിനെ ഉണ്ടാകത്തുള്ളൂ. പാപിയായിരിക്കുന്ന രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിക്ക് അതുണ്ടാകുകയില്ല. 21-ാം വാക്യത്തിലും നന്മ ചെയ്യാൻ ഇച്ഛിക്കുന്ന ഞാൻ. അപ്പൊ അത് ഒരു കാരണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് തൻ്റെ പാപത്തെക്കുറിച്ചും തൻ്റെ പാപത്തിൽ നേരിടുന്ന വിഷയത്തിൽ നേരിടുന്ന പരാജയത്തെക്കുറിച്ചും സമ്മതിക്കാനുള്ള ഒരു ഹ്യൂമിലിറ്റി ഈ വ്യക്തി കാണിക്കുന്നുണ്ട്. എല്ലാ വാക്യങ്ങളിലും തുറന്ന് സമ്മതിക്കുകയാണ്. എന്താ, ഞാൻ ആഗ്രഹിക്കാത്ത തിന്മ ചെയ്തു പോകുന്നു, എനിക്ക് ആഗ്രഹമുണ്ട്, ന്യായപ്രമാണത്തിൽ എനിക്ക് സന്തോഷമുണ്ട്, മാത്രമല്ല ഞാൻ ബുദ്ധി കൊണ്ട് ഒരു പ്രമാണത്തെ ഞാൻ സേവിക്കുന്നുണ്ട്, എന്നാൽ എന്നെ പിന്നോട്ടടിക്കുന്ന, എന്നെ പരാജയപ്പെടുത്തുന്ന മറുവശത്തെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ എല്ലാം താൻ സമ്മതിക്കുകയാണ്. എന്താ, വീഴ്ച പറ്റിപ്പോയി എന്ന് സമ്മതിക്കുന്ന ഒരു പ്രകൃതം, അത് ഒരു ദൈവവേദലിന്റെ സ്വാഭാവികമായിട്ടുള്ള പ്രകൃതമാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഹി സീസ് സിൻ ഇൻ ഹിംസെൽഫ്, തന്നിൽ പാപത്തിന്റെ അംശം അല്ലെങ്കിൽ പാപത്തിന്റെ പ്രേരണകളെ താൻ കാണുന്നു. ഇവിടെ ഒരിക്കലും താൻ മുഴുവൻ പാപത്തിലാണെന്നോ അല്ലെങ്കിൽ പാപത്തിന്റെ അടിമയാണെന്നോ അല്ലെങ്കിൽ
പാപം എന്നെ ഗ്രസിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അതിനെ മുഴുവനായിട്ട് പാപിയായിട്ടൂടെ ചിത്രീകരിക്കുന്നില്ല. പിന്നെയോ താൻ പറയുന്നത് എന്താ? തന്നിൽ എന്നിൽ പാപം ഉണ്ട്, എന്നിൽ പാപമുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ പാപം എന്ന് പറയുന്നത് ഞാൻ മുഴുവനായിട്ട് പാപത്തിൽ മുഴുകി നിൽക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. പിന്നെയോ ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്, ഞാൻ വീണ്ടും ജനിച്ചതാണ്, ഞാൻ പുതിയ സൃഷ്ടിയായി തീർന്നതാണ്. എന്നാൽ അത് നിലനിൽക്കെ തന്നെ എന്നിൽ വ്യാപരിക്കുന്ന ഒരു പാപത്തിന്റെ പ്രേരണ ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു കാര്യം അവിടെ 17-ാമത്തെ വാക്യത്തിൽ അത് പറയുന്നുണ്ട്, ഞാനല്ല എന്നിൽ വസിക്കുന്ന പാപമത്രേ. അപ്പോ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത് ഞാനല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഞാൻ പാപത്തിന് കോംപ്രമൈസ് ചെയ്യുന്നവനല്ല, ഞാൻ പുതിയ സൃഷ്ടിയാണ്, ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട ഒരു പുതുമനുഷ്യൻ എന്നിലുണ്ട്. എന്നാൽ എന്നിൽ എന്തുണ്ട്? പാപം ഉണ്ട്, അല്ലെങ്കിൽ പാപം എന്നിൽ വസിക്കുന്നു, എന്റെ അവയവങ്ങളിൽ അത് വ്യാപരിക്കുന്നു. 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ അങ്ങനെ പറയുന്നു. അപ്പോ ഒരു പുതിയ സൃഷ്ടിയായി തീർന്ന ഒരു പുതുമനുഷ്യനും അതേസമയം തന്നെ പാപത്തിന് വശീകരിക്കുന്ന ഒരു പഴയ മനുഷ്യനും തന്നിൽ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്, അല്ലെ? ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് 22-ാമത്തെ വാക്യത്തിൽ, ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. ഇതാർക്കാ സാധിക്കുന്നത്? ഉള്ളം കൊണ്ട് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുവാൻ ആർക്ക് സാധിക്കും? ഒരു അവിശ്വാസിക്ക് സാധിക്കും. ഉള്ളം കൊണ്ട് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുവാൻ, ദൈവവചനത്തിൽ ഉല്ലസിക്കുവാൻ, അല്ലെങ്കിൽ ദൈവ ചിന്തകളിൽ, ആത്മീക ചിന്തകളിൽ സന്തോഷിക്കുവാൻ, ആത്മീക അനുഭവങ്ങളിൽ സന്തോഷിക്കുവാൻ ഒരു അവിശ്വാസിക്ക് സാധിക്കുമോ? ഒരിക്കലുമില്ല. നാം സങ്കീർത്തനങ്ങൾ, 1-ാം സങ്കീർത്തനം, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപിയുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇതാർക്കേ സാധിക്കുള്ളൂ? ഭാഗ്യവാനായ ഒരു വ്യക്തിക്ക് ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുവാൻ സാധിക്കും. അപ്പൊ ദൈവ പൈതലിന്റെ ഒരു ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ലക്ഷണം അല്ലെങ്കിൽ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുന്നു. ദൈവവചനത്തിലും അല്ലെങ്കിൽ ആത്മീക ധ്യാനത്തിലും ദൈവവചന ധ്യാനത്തിലും ഒക്കെ സന്തോഷം കണ്ടെത്തുന്ന ഒരു വ്യക്തിയാണ് ദൈവവേദൻ. അല്ലെങ്കിൽ ഒരു ആത്മീക കൂടിവരവ് ഉണ്ട് എങ്കിൽ അതിനകത്ത് സംബന്ധിക്കുവാനായിട്ട് ഒരു ദൈവവേദനെ അതിന് സന്തോഷം ഉണ്ടാകുകയുള്ളൂ. ഒരു വചനം കേൾക്കുവാനായിട്ട്, വചനം പഠിക്കുവാനായിട്ടും രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദലിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പൊ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്ന, അതിന്റെ ധ്യാനത്തിങ്കൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു വ്യക്തിത്വമാണ് ഈ വ്യക്തിത്വം. അങ്ങനെയാണെങ്കിൽ അവൻ വീണ്ടും ജനിക്കപ്പെട്ടവനാണ്, അവൻ വീണ്ടെടുക്കപ്പെട്ടവനാണ്, അവൻ നീതീകരിക്കപ്പെട്ടവനാണ് എന്നുള്ളതിനകത്ത് യാതൊരു തർക്കവും വേണ്ട. നാം എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ അത് സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പ്രബോധിപ്പിച്ചും ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും കൊണ്ടിരിപ്പിൻ. ആരാ അത് ചെയ്യുന്നത്? ആർക്കാ അത് സാധ്യമാകുന്നത്? അത് ആത്മനിറവുള്ള ഒരു വ്യക്തിക്ക് അത് സാധിക്കുകയുള്ളൂ. എന്താ? ഹൃദയങ്ങളിൽ പാടുവാൻ, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പ്രബോധിപ്പിക്കുവാൻ, നന്ദിയോടുകൂടെ ഹൃദയത്തിൽ ദൈവത്തിൽ പാടുവാൻ സാധിക്കുന്നത് ആർക്കേ ഉള്ളൂ? ഒരു ദൈവവേദന മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന വ്യക്തിത്വം, ഞാൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ വ്യക്തിത്വം, അത് ഒരു ദൈവവേദനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ ഈ പറഞ്ഞ കാരണങ്ങളൊന്നും, ഈ മേൽ പറഞ്ഞ 4 കാരണങ്ങളും ഒരു അവിശ്വാസിയിൽ കാണുക സാധ്യമല്ല. അതുകൊണ്ട് നമുക്ക് ഈ ഭാഗം എന്ന് പറയുന്നത് എന്താ? ഒരു ദൈവവേദലിന്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ആന്തരികമായിട്ട് താൻ അനുഭവിക്കുന്ന ഒരു സംഘർഷത്തെക്കുറിച്ച്, ഒരു കോൺഫ്ലിക്റ്റിനെ കുറിച്ച്, ഒരു വേദനയെ കുറിച്ച്, അല്ലെങ്കിൽ പാപത്തിന്റെ ഒരു പ്രേരണ തന്നിൽ നിലനിൽക്കുന്നു എന്നുള്ളതിനെ കുറിച്ച്, അത് തന്നെ പരാജയപ്പെടുത്തുന്നു എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഈ ഒരു പ്രമാണത്തോട് പൗലോസിന്റെ വിലാപം എന്തുകൊണ്ട് പൗലോസ് പരിതപിക്കും? ഇതിന് കാരണമുണ്ട്. കാരണം എന്ന് പറയുന്നത് താൻ പ്രതീക്ഷിക്കുന്നത് പോലെയോ ആഗ്രഹിക്കുന്നത് പോലെയോ തൻ്റെ അകത്ത മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെയോ അതിന് വഴങ്ങാത്ത, അല്ലെങ്കിൽ അതിന് അനുസൃതമായിട്ട് സഹകരിക്കാത്ത ഒരു പ്രമാണത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്.
ഇത് മനസ്സിലാക്കുവാനായിട്ട് ഒരു ഉദാഹരണം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം. നിങ്ങൾ ഒരുപക്ഷെ ജോണി എറിക്സൺ ചോഡ എന്ന് പറയുന്ന വ്യക്തിത്വത്തിന്റെ ആത്മചരിത്രം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ജോണി എന്നുള്ള ലേബലിലും മലയാളത്തിലും ആ പുസ്തകം അവൈലബിൾ ആണ്. 15-ാമത്തെ വയസ്സിൽ ഒരു അപകടത്തിൽ തന്റെ കഴുത്തിന് താഴ്വശം തളർന്നു പോയ ഒരു വ്യക്തിത്വമാണ് ഈ ഒരു കുട്ടി ജോണി. ദീർഘനാളുകൾ ആ നിലയിൽ തന്നെ കടന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയ ഒരു വ്യക്തിത്വമാണ്. താൻ തന്റെ ജീവിതാനുഭവത്തെക്കുറിച്ച് താൻ കഴുത്തിന് താഴോട്ട് പാരലൈസ്ഡ് ആയിപ്പോയി എന്ന് താൻ അറിഞ്ഞ ഒരു സന്ദർഭത്തെക്കുറിച്ച് അതിനകത്ത് വിശദീകരിച്ചിട്ടുണ്ട്. ഈ വിശദീകരണം എന്തുകൊണ്ട് നൽകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഈ പ്രത്യേക ഒരു വിലാപം എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, 15 വയസ്സുള്ള പ്രായത്തിൽ അപകടത്തെ തുടർന്ന് ആശുപത്രിയിലേക്ക് താൻ മാറ്റിയപ്പോൾ താൻ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ബെഡിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നുണ്ട്, പലയിടത്തും എക്സ്റേ എടുക്കുന്നുണ്ട്, മറ്റ് പരിശോധനകളൊക്കെ നടത്തുന്നുണ്ട്. എന്തുമാത്രം ഡാമേജ് പറ്റി എന്ന് അറിയാനായിട്ടുള്ള പരിശോധനകൾ നടക്കുന്നതിനിടയിൽ താൻ തിരിച്ചറിഞ്ഞ തന്റെ ശരീരം തന്റെ ചിന്തകൾക്ക് വഴങ്ങുന്നില്ല എന്നറിഞ്ഞ ഒരു സന്ദർഭത്തെക്കുറിച്ച് അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്. തന്റെ ശരീരത്തിൽ ഒരു പുതപ്പ് പുതച്ചുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ട്രോളി നീട്ടിക്കൊണ്ട് പോകുന്നത്. അതിലേതോ ഒരു സന്ദർഭത്തിൽ ഈ പുതപ്പ് അല്പം ശരീരത്തിൽ നിന്ന് മാറിക്കിടന്നപ്പോൾ തന്റെ മനസ്സുകൊണ്ട്, തന്റെ ചിന്ത കൊണ്ട്, തന്റെ കാഴ്ച കൊണ്ട് അതിനെ മറയ്ക്കുവാനായിട്ട് തന്റെ കൈക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്. കൈ കൊണ്ട് ആ പുതപ്പ് മാറ്റിയിടുവാനായിട്ട് നിർദ്ദേശം തലയിൽ നിന്ന്, തന്റെ ചിന്തയിൽ നിന്ന് പുറപ്പെട്ടിട്ട് ആ കൈ അനക്കുവാൻ തനിക്ക് സാധിക്കുന്നില്ല. തന്റെ കാലുകളെ ചലിപ്പിക്കുവാനായിട്ട് തനിക്ക് സാധിക്കുന്നില്ല. അങ്ങനെ ഒരു തിരിച്ചറിവിന്റെ ഘട്ടം വന്നപ്പോഴാണ് ജോണിക്ക് മനസ്സിലായത്, എന്താ, ഞാൻ പാരലൈസ്ഡ് ആയിപ്പോയി. എനിക്ക് ബുദ്ധിയുണ്ട്, ഓർമ്മയുണ്ട്, കാര്യങ്ങളെല്ലാം ഞാൻ അറിയുന്നുണ്ട്, എന്നാൽ ഞാൻ ചിന്തിക്കുന്നത് പോലെ എൻ്റെ കൈ കൊണ്ട് ആ പുതപ്പ് തിരിച്ച് യഥാസ്ഥാനത്ത് ഇടുവാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. എൻ്റെ തല കൊടുക്കുന്ന നിർദ്ദേശങ്ങൾക്ക് എൻ്റെ ശരീരം വഴങ്ങുന്നില്ല. നോക്കണേ, ഈ ഒരു പ്രത്യേക സന്നിഗ്ധ ഘട്ടമാണ് ഒരു വിശ്വാസിയിൽ പാപത്തോടുള്ള ബന്ധത്തിൽ സംഭവിക്കുന്നത്. അവൻ രക്ഷിക്കപ്പെട്ടവനാണ്, അവൻ പുതുസൃഷ്ടിയായി തീർന്നിരിക്കുന്നു, അവൻ പുതുമനുഷ്യനായിട്ട് തീർന്നിരിക്കുന്നു, അവൻ ദൈവത്തിന്റെ വകയാണ്, അതിന് യാതൊരു മാറ്റവുമില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവന്റെ ഉള്ളിലുണ്ട്. എന്നാൽ അത് സത്യമായിരിക്കെ ദൈവാത്മാവിന്റെ നിർദ്ദേശപ്രകാരം നന്മ ചെയ്യുവാനായിട്ട്, ന്യായപ്രമാണം നിവർത്തിക്കുവാനായിട്ട്, അല്ല വിശുദ്ധ ജീവിതത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന ചിന്തയും ആ പ്രേരണകളും ഞാൻ പുറപ്പെടുവിക്കുമ്പോൾ, ഞാൻ എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോളൂ. ഈ ഞാൻ എന്ന് പറയുന്നത് ഇവിടെ എന്താ, പുതുമനുഷ്യനാണ്, രക്ഷിക്കപ്പെട്ട വ്യക്തിത്വമാണ്. ആ ഞാൻ അത് ചിന്തിക്കുമ്പോഴും അത് ആഗ്രഹിക്കുമ്പോഴും എൻ്റെ അവയവങ്ങളിൽ വ്യാപരിക്കുന്ന മറ്റൊരു പ്രമാണം എന്തിന് വഴങ്ങുന്നില്ല? ഈ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങുന്നില്ല. അത് പാപത്തിന് പ്രേരണയുള്ള ഒരു രീതിയിൽ ആയിരിക്കുകയാണ്. ഇത് പലപ്പോഴും നമ്മുടെ ജീവിതാനുഭവമല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കിക്കോളൂ. പലപ്പോഴും ദൈവവചനം നാം കേൾക്കുന്നുണ്ട്, നന്മയും തിന്മയും തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കും. പാപം ഏത്, അല്ലെങ്കിൽ ദുഷ്ടത എന്ത്, അല്ലെങ്കിൽ ദൈവഹിതം എന്ത്, ഇതൊക്കെ നമുക്കറിയാം. നമുക്ക് ദൈവാത്മാവ് നമ്മെ അത് ബോധ്യപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം അറിയാമായിരുന്നിട്ടും എന്തുകൊണ്ട് നമുക്ക് പാപത്തോടുള്ള ബന്ധത്തിൽ പരാജയം സംഭവിക്കും? നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ വാക്കുകളിൽ, പ്രവർത്തനങ്ങളിൽ, ഇടപെടലുകളിൽ പരാജയം എന്തുകൊണ്ട് സംഭവിക്കുന്നു? നാം ആരെങ്കിലും ഇതിൽ നിന്ന് ഒഴിവുള്ളവരാണോ? ഒഴിവുള്ളവരല്ല. എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മിൽ എന്തുണ്ട്? ഒരു പ്രേരകമുണ്ട്. ഈ പ്രേരകം എന്ന് പറയുന്നത് ആദാമ്യ പ്രകൃതമാണ്. അത് പാപത്തിന് വശീകരിക്കപ്പെടുന്ന, എപ്പോഴും പാപത്തെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രേരകമാണ് എന്നിൽ കുടികൊള്ളുന്നത്. നാം ബിബ്ലിക്കൽ ആന്ത്രോപോളജി പഠിച്ച സമയത്ത് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്തതാണ്. ഒരു രക്ഷിക്കപ്പെട്ട ദൈവവൈതലിന്റെ ജീവിതത്തിൽ താൻ അനുഭവിക്കുന്ന ഒരു പ്രത്യേക പ്രതിസന്ധിയാണ് ഇത് എന്ന് പറയുന്നത്. അവനിൽ ജഡം എന്ന് പറയുന്നത് അത് ശരീരമല്ല. പല അർത്ഥത്തിൽ ജഡത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പാപത്തിന് നമ്മെ വശീകരിക്കുവാൻ പാകത്തിന് നമ്മിൽ ഉള്ള ഒരു സത്തയാണ്, അല്ലെങ്കിൽ അതിനെ നമ്മൾ സോഫ്റ്റ്വെയർ ആയിട്ടൊക്കെ നമ്മൾ അന്ന് ചിന്തിക്കുകയുണ്ടായി, അല്ലെ?
അത് നമ്മൾ പാപത്തിന് വേണ്ടി മാത്രം നമ്മളെ വശീകരിക്കുന്ന, അതിന് പാപം മാത്രമേ ചെയ്യാൻ സാധിക്കൂ, അതിന് നീതി ചെയ്യുവാനായിട്ട് ഒരിക്കലും സാധ്യമല്ല. എന്നാൽ ദൈവാത്മാവിനും പുതിയ മനുഷ്യനും ഞാൻ എന്നുള്ള രക്ഷിക്കപ്പെട്ട ദൈവവേദനും ആഗ്രഹവും ചിന്തയും എന്താണ്? പാപം ചെയ്യാതിരിക്കാനാണ്. എന്നാൽ നമ്മുടെ ശരീരത്തിൽ കുടികൊള്ളുന്ന ഒരു പ്രത്യേക ഭാഗമുണ്ട്, അതിന് ജഡ സ്വഭാവമാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാപത്തോടുള്ള ബന്ധത്തിൽ അതിൻ്റെ പോരാട്ടങ്ങളെ നയിക്കുന്ന ഒരു പ്രത്യേക ഒരു ബേസ് ക്യാമ്പാണ്. ബേസ് ക്യാമ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലായത്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പാപത്തിന്റെ പ്രലോഭനങ്ങൾക്ക് വശംവദരാകുകയും അതിനു വേണ്ടിയിട്ടുള്ള സന്നാഹങ്ങൾ സ്വരുക്കൂട്ടുകയും അതിനോടുള്ള ബന്ധത്തിൽ നിയന്ത്രണങ്ങൾ ഏറ്റെടുക്കുകയും പാപത്തിന്റെ പ്രവർത്തനങ്ങൾ ശരീരത്തിലേക്കും അവയവങ്ങളിലേക്കും വ്യക്തിയുടെ ചിന്തകളിലേക്കുമൊക്കെ പമ്പ് ചെയ്യുന്ന ഒരു അവയവമാണ് ഏതെന്ന് പറയുന്നത് ഈ ബേസ് ക്യാമ്പ് ജഡമുണ്ട്. ജഡം ഒരിക്കലും നിങ്ങൾ ശരീരത്തെക്കുറിച്ച് ജഡമായിട്ട് നിങ്ങൾ പാപത്തോടുള്ള ബന്ധത്തിൽ ചിന്തിക്കേണ്ടതില്ല. പാപത്തിന് പ്രേരണയുള്ള ഒരു ജഡം നമ്മിലുണ്ട്, കുടികൊള്ളുന്നുണ്ട്. അതൊരു ബേസ് ക്യാമ്പാണ്. പാപത്തിന്റെ എല്ലാ പ്രേരണകളും അത് ഏത് സോഴ്സിൽ കൂടെ വന്നാലും അത് റെസ്പോണ്ട് ചെയ്യും. അത് ആ പാപത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അതിന് എല്ലാ പടക്കോപ്പുകളും അത് സജ്ജമാക്കി വച്ചിട്ടുണ്ട്. ഇത് വാസ്തവത്തിൽ ആദാമ്യ വീഴ്ചയുടെ ഫലമായിട്ട് മനുഷ്യരിൽ സംഭവിച്ച ഒരു പ്രതിഭാസമാണ് ഈ വീഴ്ച സംഭവിച്ച ജഡം എന്ന് പറയുന്നത്. അപ്പൊ ഇറ്റ് ഈസ് സബ്ജക്ട് ടു സിൻ. ഈ പാപത്തിന് വിധേയപ്പെട്ടതാണ്. മാത്രമല്ല ഇത് ഒരു വീഴ്ചയുടെ ലക്ഷണമാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത് കണ്ടാമിനേറ്റഡ് ആണ്. ഇതിൽ നിന്ന് നന്മ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഒരിക്കലും നന്മ ചെയ്യാത്ത പാപം മാത്രം ചെയ്യുന്ന ഒരു പ്രകൃതം നമ്മിൽ കുടികൊള്ളുന്നു എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട വസ്തുതയാണ്. അനേക വാക്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. ഇവിടെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചില വാക്യങ്ങൾ ഇവിടെ അതിനകത്ത് കാണുവാൻ സാധിക്കും. നോക്കിക്കോളൂ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, 21-ാം വാക്യം. അങ്ങനെ നന്മ ചെയ്യാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കൽ ഉണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന ഒരു പോരാട്ടം നടത്തുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അത് എൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കുക. നോക്കണേ, ഈ പ്രമാണമാണ് എന്നെ ബദ്ധനാക്കുക. അപ്പൊ ഈ പ്രമാണമല്ല ഞാൻ. പിന്നെ ഞാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണ്? പുതിയ സൃഷ്ടിയായ രക്ഷിക്കപ്പെട്ട ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യൻ. രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ പുതിയ മനുഷ്യൻ ഞാൻ എന്ന നിലയിൽ ഇത് ചിന്തിച്ചുകൊള്ളൂ. എന്നാൽ ആ എന്നെ തോൽപ്പിക്കുന്ന ഒരു പ്രതിഭാസം, ഒരു പാപത്തിന് വിധേയമായിട്ടുള്ള ഒരു പ്രതിഭാസം എന്നിലുണ്ട്. അത് എന്നെ ബദ്ധനാക്കി കളയും. ഇവിടെ പറയുന്നത് എന്താണ്? എന്നെ അവയവങ്ങളുടെ പാപപ്രമാണത്തിൽ എന്നെ ബദ്ധനാക്കി കളയും. ഇതാണ് ശരിക്കും ഒരു ദൈവവേദലിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നമ്മൾ ഗലാത്യലേഖനം 2:20 വാക്യത്തിൽ നമുക്കറിയാവുന്ന ഒരു വാക്യമുണ്ട്. എന്താ? ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. തൊട്ടടുത്ത വാക്യം, ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ. അപ്പോ ക്രൂശിക്കപ്പെട്ട ഒരു മനുഷ്യൻ, ഒരു ഞാൻ അവിടെ ഉണ്ട്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. ആ ഒരു ഞാൻ അവിടെ നിലനിൽക്കെ തന്നെ എന്താ? ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഞാൻ ജഡത്തിന്റെ പ്രേരണയുള്ള ഒരു ഫ്രെയിമിനകത്താണ് ജീവിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത് പലപ്പോഴും ഒരു തെറ്റായിട്ടുള്ളൊരു ചിന്താഗതി പലപ്പോഴും ഉണ്ട്. ഈ ഡ്യുവലിസം എന്ന് പറയുന്ന ഒരു പ്രത്യേക സംവിധാനത്തെ കുറിച്ച് ഒരുപക്ഷെ ഫിലോസഫിയിൽ ചിന്തിക്കാറുണ്ട്. പക്ഷെ ഇത് ഡ്യുവലിസം അല്ല. ഡ്യുവലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ, സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് പോലെ രണ്ടും. ആ ഡ്യുവലിസം പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി ഈസ് ഈവിൾ, സ്പിരിറ്റ് ഈസ് ഗുഡ്. എന്താ? ശരീരം എന്താ? ദുഷ്ടത നിറഞ്ഞതാണ്, ആത്മാവ് നന്മ നിറഞ്ഞതാണ്. പിന്നെ മറ്റൊരു കാര്യം, അങ്ങനെ ശരീരം ചെയ്യുന്ന ദുഷ്ടതകൾക്ക്, പാപത്തിന് ആരും റെസ്പോൺസിബിൾ അല്ല, ഞാൻ റെസ്പോൺസിബിൾ അല്ല, ഞാൻ ഉത്തരവാദിയല്ല, അല്ലെ?
മാത്രമല്ല, സിൻ എന്ന് പറയുന്നത്, പാപം എന്ന് പറയുന്നത് മുഴുവനായിട്ട് ശരീരത്തെ മാത്രമേ ബാധിക്കൂ. എൻ്റെ എൻ്റെ സോളിനെയോ അല്ലെങ്കിൽ എൻ്റെ മനസ്സിനെയോ മറ്റൊന്നും ബാധിക്കുക. ഇതൊരു അപകടകരമായിട്ടുള്ളൊരു ഫിലോസഫിയാണ്. ഇതല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന പാപത്തിന് ഉത്തരവാദി ഞാൻ തന്നെയാണ്. എന്നിൽ വസിക്കുന്ന ജഡമാണ് പാപത്തിന് എന്നെ പ്രേരിപ്പിച്ചതും വീഴിച്ചതും ഒക്കെ ആണെങ്കിൽ തന്നെയും അതിന്റെ ഉത്തരവാദി ആര് തന്നെയാണ്? ഞാൻ തന്നെയാണ്. അതിനെ ജയിക്കേണ്ടത് ഞാൻ തന്നെയാണ്. എന്നാൽ പരാജയപ്പെടുന്നു എന്നുള്ളത് വാസ്തവം. അപ്പോൾ ഡ്യുവലിസം അല്ല ഇവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ ഇടയ്ക്ക് ഒരു വളരെ മഹാനായിട്ടുള്ള ഒരു ഫിലോസഫർ ഈ ഇടയ്ക്ക് പറയുന്നുണ്ട്. അതായത് നമ്മുടെ സ്ഥൂല ശരീരത്തിൽ നിന്ന് സൂക്ഷ്മ ശരീരത്തെ വിഘടിപ്പിച്ച് അതിൽ നിന്ന് മാറി പോകാനായിട്ട് സാധിക്കും, തിരിച്ചു വരാനായിട്ട് സാധിക്കും. അതിനകത്ത് വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം പറയുന്നത് തൻ്റെ ജീവിതത്തിലെ പാപമയമായിട്ടുള്ള അനുഭവങ്ങളിൽ താൻ അതിന് ഉത്തരവാദിയല്ല. ആ പാപത്തിന് മുഴുവൻ വിധേയനായത് എൻ്റെ ശരീരമാണ്. ഞാൻ അതിനകത്ത് നിന്ന് ഇവിടെ ഒരു തീർത്ഥയാത്ര നടത്തുകയായിരുന്നു. ഞാൻ തീർത്ഥാടനത്തിലായിരുന്നു, പക്ഷെ എൻ്റെ ശരീരം പാപത്തിന് വിധേയപ്പെട്ടിരുന്നു. എന്ന് പറഞ്ഞാൽ ശരീരത്തെയും അതുപോലെ തന്നെ അകത്തെ മനുഷ്യനെയും രണ്ടായിട്ട് കണ്ടുകൊണ്ട് ശരീരം ചെയ്യുന്ന കാര്യത്തിന് ഞാൻ ഉത്തരവാദി അല്ല എന്ന് വാദിക്കുന്ന ഒരു പ്രസിദ്ധനായിട്ടുള്ള ഒരു മഹാനായ മനുഷ്യനെ കുറിച്ച് കാണുവാനാണ്. അത് ഡ്യുവലിസമാണ്. അതൊരിക്കലും വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. എന്നാൽ പുതിയ മനുഷ്യൻ ഉള്ളിടത്തോളം തന്നെ എന്തുണ്ട്? ഒരു പഴയ മനുഷ്യനും ഉണ്ട്, ഒരു ജഡീക മനുഷ്യനും ഉണ്ട്. ജഡീക മനുഷ്യൻ അല്ലെങ്കിൽ പഴയ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ആര് ഉത്തരവാദിയാണ്? ഞാൻ ഉത്തരവാദിയാണ്. നമ്മളെല്ലാവരും ഉത്തരവാദിയാണ്. അപ്പൊ അങ്ങനെ അതായത് രണ്ടും തമ്മിൽ വേർതിരിക്കുന്ന ഒരു കാര്യമായിട്ടുള്ളതായിരിക്കും. ഒരു വാക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ഗലാത്യലേഖനം 5-ാം അധ്യായം 17-ാമത്തെ വാക്യം ഇതിന് സാധൂകരിക്കുന്ന ഒരു വാക്യമാണ്. ഗലാത്യലേഖനം 5-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. അവിടെയും ഇതേ ആശയം തന്നെയാണ് വിശദമാക്കിയിരിക്കുന്നത്. 5-ന്റെ 17-ാമത്തെ വാക്യം. അവിടെ 16 മുതൽ വായിക്കാം. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയും. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കും. ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ല. നിങ്ങൾ ഇച്ഛിക്കുന്നത് ആത്മാഭിലാഷം എന്തോ അത് ചെയ്യാതെ വണ്ണം ജഡാഭിലാഷം അതിന് പ്രതികൂലമായിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു പ്രമാണത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജഡാഭിലാഷം, ഇത് രണ്ടും വിരോധമാണ്. ഇത് രണ്ടും ഒരുമിച്ച് പോവുകയില്ല. ആത്മാവ് ചിന്തിക്കുന്നത് എന്താ? അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ആര് ചിന്തിക്കുന്നത്? ജഡാഭിലാഷം വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ ജഡത്തിൽ നിന്ന് വരുന്നത്. ഇവ തമ്മിൽ പ്രതികൂലമല്ലോ. ഇവ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. അതുകൊണ്ട് ഒരു ആത്മീക ജീവിതത്തിന് മുന്നോട്ട് നാം ചിന്തകളെ പദ്ധതികളെ മുന്നോട്ട് ആവിഷ്കരിക്കുമ്പോൾ ജഡം നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഒരു സപ്പോർട്ട് തരും എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. കാരണം അതിൻ്റെ അഭിലാഷങ്ങളും പ്രേരണകളും ഒക്കെ ഏതിനാണ്? പഴയ പാപത്തിന് തന്നെയാണ്. അത് പഴയ മനുഷ്യനാണ്. ആ പഴയ മനുഷ്യന് നീക്കം വന്നിട്ടൊന്നുമില്ല. അത് നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയാം. ഒരു ഉദാഹരണം കൂടെ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഈ ഒരു ബാറ്റിൽ, ഈ വാർ എന്താണ് എന്ന് തിരിച്ചറിയുവാൻ വേണ്ടിയിട്ട് ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. ഒരു കടലിലൂടെ ഒരു കപ്പൽ ദീർഘയാത്ര ചെയ്യുകയാണ്. എന്നാൽ ആ ദീർഘയാത്ര ചെയ്യുന്ന സമയത്ത് അതിന് നിയോഗിക്കപ്പെട്ട ഒരു ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു, അതിന്റെ ക്രൂ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ആ ക്യാപ്റ്റൻ ആ ക്രൂ മെമ്പേഴ്സിനെ നിയന്ത്രിച്ചിരുന്നു. അങ്ങനെ ആ കപ്പൽ മുന്നോട്ട് പോവുകയാണ്. മാസങ്ങൾ കഴിഞ്ഞിട്ട് അതിന്റെ അടുത്ത തീരത്തെത്തുകയുള്ളൂ. എന്നാൽ ഈ ക്യാപ്റ്റനെ സംബന്ധിച്ചിടത്തോളം ഈ ക്രൂ മെമ്പേഴ്സും ക്യാപ്റ്റനും ഒക്കെ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ ഇതിന്റെ ബോസിന് അല്ലെങ്കിൽ ഉടമസ്ഥന് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ ശരിയല്ല എന്ന് തോന്നുന്ന ഒരു സമയത്ത് ഇൻ ബിറ്റ്വീൻ ഈ ക്യാപ്റ്റനെ മാറ്റി ആ പദവിയിൽ നിന്ന് നീക്കിയിട്ട് എന്ത് ചെയ്തു? പുതിയൊരു ക്യാപ്റ്റനെ നിയോഗിച്ച് ആ പുതിയ ക്യാപ്റ്റൻ ചാർജ് എടുത്തു. അപ്പൊ അതിന്റെ കൺട്രോൾ സിസ്റ്റത്തിന്റെ മുഴുവൻ ചാർജും കമ്മ്യൂണിക്കേഷന്റെ ചാർജും ആ കപ്പലിന്റെ സകല സംവിധാനത്തിന്റെ നിയന്ത്രണം പുതിയ ക്യാപ്റ്റൻ ഏറ്റെടുത്തു. അപ്പോ ആ കപ്പൽ കരയിലൊന്നും എത്തിയിട്ടില്ല. ഈ പഴയ ക്യാപ്റ്റനെ വിചാരണയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. അവന്റെ പ്രവൃത്തികളെ ലീഗലായിട്ട് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അതിന് കരയിലെത്തിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇപ്പോൾ നിലവിൽ പുതിയ ക്യാപ്റ്റൻ ടേക്ക് ഓവർ ചെയ്തു. പുതിയ ക്യാപ്റ്റൻ നിയന്ത്രണം ഏറ്റെടുത്തു. സകല സംവിധാനങ്ങളും പുതിയ ക്യാപ്റ്റന്റെ നിയന്ത്രണത്തിലാണ്. എന്നാൽ ഓർത്തുകൊള്ളുക, ഈ പഴയ ക്യാപ്റ്റൻ എവിടെയുണ്ട്?
ഈ കപ്പലിനകത്ത് ഉണ്ട്. അവൻ എന്താ നിരാശനാണ് എന്ന് മാത്രമല്ല, അവൻ പ്രതികാര ബുദ്ധിയോടുകൂടെ നിലകൊള്ളുന്നവനാണ്. ഇപ്പോഴും ആ പഴയ ക്യാപ്റ്റനെ സപ്പോർട്ട് ചെയ്യുന്ന അനേക ക്രൂ മെമ്പേഴ്സ് അതിനകത്ത് ഉണ്ടായിരിക്കാം. കാരണം ദീർഘകാലം ഇതിനെ സ്വാധീനം നടത്തിയിട്ടുള്ള ഒരു ക്യാപ്റ്റൻ ആയിരുന്നു അത്. അതുകൊണ്ട് ഈ ക്രൂ മെമ്പേഴ്സ് എല്ലാം പലരും എന്താ ഈ പഴയ ക്യാപ്റ്റന് വിധേയത്വമുള്ളവര് ആയിരിക്കാം. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഈ പുതിയ ക്യാപ്റ്റൻ എങ്ങനെയാണ് കപ്പലിനെ നയിച്ചുകൊണ്ട് പോകുന്നത്? ശരിയാണ്, കമ്മ്യൂണിക്കേഷൻ, കൺട്രോൾ സിസ്റ്റം, അതിന്റെ നിയന്ത്രണം മുഴുവൻ പുതിയ ക്യാപ്റ്റന്റെ കയ്യിലാണ്. എന്നാൽ അതേ സമയത്ത് ഈ കൊടുക്കുന്ന നിർദ്ദേശങ്ങളെ തിരസ്കരിക്കുവാനായിട്ട് പ്രേരിപ്പിക്കപ്പെടുന്ന ക്രൂ മെമ്പേഴ്സ് ഉണ്ടാകാം. മാത്രമല്ല, ഈ ക്യാപ്റ്റന്റെ ചിന്താഗതിയോട് വിരുദ്ധത പുലർത്തുന്ന അല്ലെങ്കിൽ ഇതിന്റെ മാനേജ്മെന്റിനോട് വിരുദ്ധത പുലർത്തുന്ന പഴയ ക്യാപ്റ്റൻ ഇതിനകത്തുണ്ടാകാം. ഈ പഴയ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഈ പുതിയ ക്യാപ്റ്റന് അവമതിപ്പുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്ന് വരാം. ഇതെല്ലാം അതിനകത്ത് സംഭവിക്കാൻ സാധ്യത. ശ്രദ്ധിച്ചോളൂ, ഈ കപ്പൽ ദീർഘദൂരം യാത്ര ചെയ്യുക. പുതിയ ക്യാപ്റ്റനാണ് നിയന്ത്രണം, പുതിയ മനുഷ്യനാണ് നിയന്ത്രണം. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിയന്ത്രണം പൂർണ്ണമായിട്ട് ഇല്ല എങ്കിൽ തന്നെയും പഴയ ക്യാപ്റ്റൻ ഇതിനകത്ത് കപ്പലിനകത്തുണ്ട്. ഉള്ളിടത്തോളം കോൺഫ്ലിക്ട്സ് ഉണ്ടാകും, ഉള്ളിടത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാകും. എന്നാൽ അതിനെ അതിജീവിക്കുവാനായിട്ട് പുതിയ മനുഷ്യന് സാധിക്കണം. അതിന് ആത്മാവിന്റെ സഹായത്താൽ സാധിക്കേണ്ടതാണ്. അതിന്റെ ഉടമസ്ഥന്റെ നിർദ്ദേശാനുസരണം അല്ലെങ്കിൽ അതിന്റെ കൺട്രോൾ സിസ്റ്റത്തിന്റെ നിയന്ത്രണാനുസരണം പുതിയ ക്യാപ്റ്റൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. പഴയ ക്യാപ്റ്റൻ അവിടെ നിൽക്കട്ടെ, കുറെ കാലം നിൽക്കട്ടെ, എന്നാൽ വളരെ കാലം മുന്നോട്ട് പോവുകയല്ല. ഈ കപ്പൽ തീരത്തിലേക്ക് അടുക്കും. ആ സമയത്ത് സംഭവിക്കാനായിട്ട് പോകുന്നത്, ഈ പഴയ ക്യാപ്റ്റൻ തന്റെ അധികാരം നഷ്ടപ്പെട്ടിട്ടും എന്തൊക്കെ ചെയ്തു കൂട്ടിയാലും എന്തൊക്കെ ചെയ്തു വെച്ചാലും ഇതിനൊക്കെ എന്തുണ്ട്? ഒരു ന്യായവിസ്താരം ഉണ്ട്, അല്ലെങ്കിൽ അതിനൊരു പരിസമാപ്തി ഉണ്ട് എന്നുള്ളത് ഓർത്തുകൊള്ളേണ്ടത് ആവശ്യം. ഞാൻ പറഞ്ഞതിന്റെ സാരം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് എക്സാക്റ്റ് ആയിട്ട് ആ നിലയിലുള്ള ഒരു അർത്ഥം ഒരുപക്ഷെ തന്നു എന്ന് വരികയാണ്. നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ അല്ലെങ്കിൽ പുതിയ മനുഷ്യനോട് പോരാടുന്ന ഒരു പഴയ മനുഷ്യൻ ഉണ്ട്. അത് പ്രതികൂലമായിരിക്കുന്നത് മാത്രമല്ല, അത് യുദ്ധം ചെയ്യുന്നു എന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടതാണ്. പാപം പുതിയ മനുഷ്യനെ അല്ല ബാധിക്കുന്നത്, പിന്നെയോ ഈ പഴയ മനുഷ്യനാണ് അല്ലെങ്കിൽ ജഡമാണ് പാപത്തിന്റെ എല്ലാ സിഗ്നലുകളും ഏറ്റെടുത്തിട്ട് സകല കുഴപ്പങ്ങളും നമ്മിൽ വരുത്തുന്നത്. അത് ജഡത്തിലൂടെ ചെയ്യുക നിമിത്തം പാപത്തിന് പരാജയപ്പെടുന്നു. മാത്രമല്ല, നമ്മുടെ ചിന്താധാരയില്, മനോഭാവങ്ങളില് ഈ ജഡം കൊണ്ടുവരുന്ന പ്രലോഭനങ്ങളെ സ്വീകരിക്കുക നിമിത്തം നാം പാപത്തില് പരാജയപ്പെടുന്നു. ഇതൊക്കെ വിശ്വാസിയുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ സാധ്യതയുള്ളതാണ് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതാണ്. ഇതിന് കാരണം എന്ന് പറയുന്നത്, വീഴ്ച പറ്റിയ മനുഷ്യന്റെ ശരീരത്തിൽ ഈ ജഡമായിരുന്നു ഡോമിനേറ്റ് ചെയ്തിരുന്നത്. അവന്റെ നിയന്ത്രണത്തിലായിരുന്നു ഈ കാലഘട്ടത്തിൽ മുഴുവൻ ആ മനുഷ്യനെ കൊണ്ടു നടന്നിരുന്നത്. എന്നാൽ ദൈവകൃപയാൽ രൂപാന്തരം സംഭവിച്ച പുതിയ സൃഷ്ടിയായി തീർക്കപ്പെട്ട ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിട്ട് ദൈവം നമ്മെ മാറ്റി. എന്നാൽ നിരാശപ്പെടേണ്ടതില്ല, ഇതിനെല്ലാം ഒരു പരിഹാരം ദൈവം ഒരുക്കിയിട്ടുണ്ട്. അതിലേക്കാണ് നാം കടന്നു വരുന്നത്. ഈ വായിച്ച വേദഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 19-ാമത്തെ 20-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് അവിടെ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. നോ ലോങ്ങർ ഐ ഹു ഡു ഇറ്റ് ബട്ട് സിൻ. ഞാനല്ല അത് ചെയ്യുന്നത്, പിന്നെയോ എന്നിൽ വസിക്കുന്ന പാപം അത്രേ. ഇത് പറയുമ്പോൾ നമ്മുടെ പാപത്തിന് എന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവാകുകയാണ്. ഇവിടെ പറയുന്നതിന്റെ സാരം എന്ന് പറയുന്നത്, ദൈവാനുരൂപമായി സൃഷ്ടിക്കുക. ആ ഒരു വാക്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് കരുതുന്നത് എഫേസ്യർ 4-ാം 24-ാമത്തെ വാക്യം. ഓക്കെ, സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ നിങ്ങൾ ധരിച്ചിരിക്കുന്നുവല്ലോ. നോക്കണേ, ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട ഒരു പുതുമനുഷ്യനുണ്ട്. ആ മനുഷ്യന് പാപം ചെയ്യുക ഇഷ്ടമേ ഇല്ല. എന്നാൽ ആ മനുഷ്യന്റെ ഉള്ളിൽ ഈ ജഡം എന്ത് ചെയ്യുന്നു? സകല പാപത്തിന്റെ പ്രലോഭനങ്ങളും ഏറ്റെടുത്തിട്ട് അവൻ നമ്മെ കൊണ്ട് പാപം ചെയ്യിക്കുകയാണ്. അപ്പൊ നോ ലോങ്ങർ ഐ കുഡ് ഡു ഇറ്റ് ബട്ട് സിൻ എന്ന് പറയുമ്പോൾ, ഈ പാപം എന്ന് പറയുന്നത് അത് ശരീരത്തിലൂടെ ആകട്ടെ, ചിന്തകളിലൂടെ ആകട്ടെ, മനോഭാവങ്ങളിലൂടെ, ജഡത്തിലൂടെ ഒക്കെ അതിന്റെ പ്രവർത്തന മേഖലകളിലൂടെ പാപത്തിന് നമ്മളെ കീഴ്പ്പെടുത്തി എന്ന് വന്നേക്കാം. എന്നാൽ അതിനെ അതിജീവിക്കുവാനായിട്ട് എനിക്ക് ആവശ്യമുണ്ട്. ഇവിടെ ഞാൻ എന്ന് പറയുന്നത്
പാപത്തിന് അനുകൂലമല്ലാത്തൊരു ഘടകം. ദൈവമക്കളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഏത് ദൈവവേദനിലും പാപത്തിന് അനുകൂലമല്ലാത്ത ഒരു ഘടകം ഉണ്ട്. അത് ജഡികനാണേലും ആത്മീകനാണേലും പക്വത ഉള്ള വ്യക്തിയാണേലും പക്വത കുറഞ്ഞ വ്യക്തിയാണേലും അവന്റെ പുതിയ സൃഷ്ടി അല്ലെങ്കിൽ പുതിയ മനുഷ്യൻ എന്ന് പറയുന്നത് പാപത്തിന് വിമുഖതയുള്ള ഒരു കാര്യമാണ്. ഈ ഒരു കാര്യം പാപം കണ്ടു കഴിഞ്ഞാൽ അതിന് അയ്യോഭാവം തോന്നാതെയും പാപത്തെ കണ്ടു കഴിഞ്ഞിട്ട് അതിനെ ശാസിക്കാതെയും അതിനെ അപലപിക്കാതെയും അതിനെ അതിനെ വീണ്ടും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മനോഭാവം ഉണ്ടെങ്കിൽ നാം തിരിച്ചറിയേണ്ടുന്ന വസ്തുത, നാം പരിശോധിക്കേണ്ടത് വസ്തുത, ഞാൻ പുതിയ സൃഷ്ടി ആയിട്ടുണ്ടോ എന്നുള്ളത്. കാരണം പുതിയ സൃഷ്ടി ആയിട്ടുണ്ടെങ്കിൽ പുതുമനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പാപത്തോടുള്ള ബന്ധത്തിൽ അവൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അവന്റെ ചിന്തകൾ ആത്മീയമായിട്ടുള്ളതാണ്. അവന് അഭിമുഖമായിട്ടുള്ള ഒരു മനോഭാവവും നിലപാടുമായിരിക്കും പുതിയ മനുഷ്യനുണ്ട്. എന്നാൽ പാപത്തില് അഥവാ പ്രേരണയിൽ വീഴ്ത്തപ്പെടുന്നു എങ്കിൽ അതിനെ നോക്കി പാപമെന്ന് പറയുവാനായിട്ട് അവന് സാധിക്കും. അത് നാം ഓർത്തിരിക്കേണ്ടുന്ന ഒരു വസ്തുതയാണ്. ഇനി അതിന്റെ 22ാമത്തെ വാക്യത്തിൽ നാം കണ്ട ഒരു വാക്യം നമുക്കറിയാം. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദൈവവേദനയുടെ ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് സൈനാണ്. നാം കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനം 4:16 വാക്യത്തിൽ അകമേ ഉള്ളവൻ നാൾക്കുനാൾ എന്ത് ചെയ്യുന്നു? പുതുക്കം പ്രാപിക്കുന്നു. പുറമേ ഉള്ളവൻ ക്ഷീണിച്ചു പോകുന്നു, ക്ഷയിച്ചു പോകുന്നു എങ്കിൽ തന്നെയും അകമേ ഉള്ള ഒരു മനുഷ്യന്റെ കാര്യം അവൻ സന്തോഷിക്കുന്നു. ഒരുപക്ഷെ ദാവീദിന്റെ ജീവിതത്തിൽ നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ എന്ന് പറഞ്ഞതിന്റെ സാരാംശം എന്ന് പറയുന്നത് അവൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുന്നവനായിരുന്നു. അവൻ ആ ഒരു അനുഭവം തനിക്കുണ്ടായിരുന്നു, ആ രക്ഷയുടെ അനുഭവം തനിക്കുണ്ടായിരുന്നു. എന്നാൽ അതിന്റെ സന്തോഷം നഷ്ടപ്പെട്ടു. അതിന് കാരണം എന്ന് പറയുന്നത് തന്റെ പാപം തന്നെയാണ്. ആ പാപം തന്നെ വളരെ ദുഃഖത്തിലേക്ക് ആഴ്ത്തി, ധർമ്മസങ്കടത്തിലേക്ക് കൊണ്ടുവന്നു. ദൈവിക കൂട്ടായ്മ അത് നഷ്ടപ്പെടുത്തി. ദൈവസന്നിധിയിലുള്ള വരുവാനുള്ള ആഗ്രഹം അത് നഷ്ടപ്പെടുത്തി. എന്നാൽ അത് താൻ സമ്മതിച്ചപ്പോൾ, അത് താൻ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചപ്പോൾ അവൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് ആ സന്തോഷം തിരികെ തരണം. പ്രിയമുള്ളവരെ, ഈ ഒരു സന്തോഷം ദൈവവേദന മാത്രം അനുഭവിക്കുവാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എഫേസ്യ ലേഖനം 3:16 വാക്യം നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങൾ ശക്തിയോടെ ബലപ്പെടേണ്ടതിന്. അകത്തെ മനുഷ്യനെ കുറിച്ച് ഒരു ബോധ്യം നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. ഞാൻ മുമ്പേ പറഞ്ഞതിൽ എഫേസ്യ ലേഖനം 5-ാം ആത്മാവ് നിറഞ്ഞവരായ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ സംഗീതം എവിടെയാണ് എന്നുള്ള കാര്യം നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടുവാൻ നമുക്ക് സാധിക്കും. കഷ്ടതയിൽ പാടുവാൻ, ഏകാന്തതയിൽ പാടുവാൻ, ഹൃദയത്തിൽ ദൈവോന്മുഖമായിട്ട് സന്തോഷിക്കുന്ന ഒരു ജീവിതാനുഭവം നമുക്കുണ്ട്. ദൈവത്തിൽ ഉല്ലസിക്കുന്ന ഒരു മനോഭാവം. മറിയ പറയുന്നുണ്ടല്ലോ, എന്റെ രക്ഷിതാവിങ്കിൽ ഞാൻ ഉല്ലസിക്കുകയാണ്, ആനന്ദിക്കുകയാണ്. നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ജയത്തിന്റെ ഉല്ലാസത്തിന്റെ ഘോഷങ്ങൾ. ഇത് ഒരു ദൈവവേദനയുടെ, ആ പുതുക്കപ്പെട്ട മനുഷ്യന്റെ ഒരു സ്ഥിരമായിട്ടുള്ള, സ്ഥായി ആയിട്ടുള്ള ഒരു അനുഭവമാണ്. എന്നാൽ ഈ അനുഭവത്തിന് താൽക്കാലികമായിട്ട് പ്രതിബന്ധം ഉണ്ടാക്കുന്നത് പാപമാണ്, അല്ലെ? ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. എങ്കിലും എന്താ അവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ 23ാമത്തെ വാക്യത്തിൽ, എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കാണും. എന്റെ ബുദ്ധിയുടെ പ്രമാണം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ഏതാ? ദൈവോന്മുഖമായിട്ടുള്ള ആ പുതിയ മനുഷ്യന്റെ ആ പ്രമാണം, അല്ലെങ്കിൽ പുതുമനുഷ്യന്റെ പ്രമാണം, അല്ലെങ്കിൽ ദൈവോന്മുഖമായി സൃഷ്ടിക്കപ്പെട്ട ഒരു പുതു മനുഷ്യന്റെ പ്രമാണം. അതിനോട് പോരടിക്കുന്നു, അതിനോട് എപ്പോഴും വിരോധമായിരിക്കുന്നു, എപ്പോഴും അതിനെ പരാജയപ്പെടുത്തുവാനായിട്ട് തുനിഞ്ഞിറങ്ങുന്ന ഒരു പ്രമാണം. അത് അവയവങ്ങളിലെ പാപപ്രമാണം എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഇതിന്റെ സാന്നിധ്യം നാം തിരിച്ചറിയാതെ പോകരുത്. ഇതിന്റെ പ്രേരണകളും നാം തിരിച്ചറിയാതെ പോകരുത്. പിന്നെയോ അതെന്റെ ആത്മാവിനോട് പോരാടുന്നു, അല്ലെ? അതിന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്നു, അല്ലെ? എഗൻസ്റ്റ് ഒബേയിങ് ദി ലോ, ന്യായപ്രമാണം നിവർത്തിക്കുന്നതിൽ നിന്ന്, അനുസരിക്കുന്നതിൽ നിന്ന് എന്നെ തടയുന്നു. ന്യായപ്രമാണത്തിൽ രസിക്കുന്നതിൽ നിന്ന് എന്നെ തടയുന്നു.
ആത്മീക സന്തോഷത്തിൽ നിന്ന് എന്നെ പുറകോട്ട് അതടിക്കുന്നു. ആ നിലയിൽ എന്നെ ബദ്ധനാക്കി കളയുകയാണ്. അവിടെയാണ് ഈ അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു വലിയ വിലാപം നാം കാണുന്നത്. എന്താ? അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, റച്ചഡ് മാൻ, ഞാൻ അരിഷ്ട മനുഷ്യനാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. ഈ ഒരു ബോധം ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യം. നമുക്കറിയാമല്ലോ, യെശയ്യാപ്രവചനം 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, ഉസ്യാവ് മരിച്ച ആണ്ടിൽ ഉയർന്നും പൊങ്ങിയും ഉള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ ദൈവിക ദർശനം കണ്ടപ്പോൾ ആ സറാഫുകളുടെയും ദൈവ സൈന്യങ്ങളുടെ പരിശുദ്ധൻ 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 എന്നുള്ള ആ ആഘോഷത്തിന്റെയും മധ്യത്തിൽ ദൈവത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ, വിശുദ്ധി തിരിച്ചറിഞ്ഞ യെശയ്യാ പറയുന്നത് എന്താ? അയ്യോ, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യരുടെ നടുവിൽ ഞാൻ പാർക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വിശുദ്ധിയുടെ മുമ്പാകെ നമ്മുടെ നിലവാരത്തെ നാം താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ അരിഷ്ടത നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം, പത്മോസ് ദ്വീപില് യോഹന്നാൻ അപ്പോസ്തലൻ യേശു കർത്താവിന്റെ വലിയ ദർശനം, മഹത്വധാരിയായിട്ടുള്ള യേശു കർത്താവിന്റെ ദർശനം പ്രാപിച്ചപ്പോൾ അവന്റെ മുമ്പാകെ കവിണ്ണ് മരിച്ചവനെ പോലെ വീഴുന്ന ആ യോഹന്നാൻ അപ്പോസ്തലനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, പലപ്പോഴും നമുക്ക് ഈ ഒരു ഭാവം, അല്ലെങ്കിൽ ദൈവം മുമ്പാകെ നമ്മെ തന്നെ വിനയപ്പെടുത്തുവാനും നമ്മുടെ കുറവുകളെ സമ്മതിക്കുവാനുമായിട്ട് നമുക്ക് സാധിക്കാതിരിക്കുന്നതിന്റെ കാരണം ഒന്നുകിൽ ദൈവത്തിന്റെ വിശുദ്ധിയെക്കുറിച്ചും ദൈവത്തിന്റെ മാർക്കിനെ, സ്റ്റാൻഡേർഡിനെ കുറിച്ചുമുള്ള നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ് ആയിരിക്കാം. ആ നിലവാരത്തെക്കുറിച്ചുള്ള ബോധ്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ നിലയില് നമ്മുടെ അരിഷ്ടത തിരിച്ചറിയാൻ നമുക്ക് സാധിക്കാതെ. അല്ല എങ്കിൽ മറ്റൊരു കാരണം എന്ന് പറയുന്നത്, നമ്മിലേക്ക് തിരിഞ്ഞു നോക്കി നമ്മുടെ പാപപ്രമാണത്തിന്റെ അതിഭീകരമായിട്ടുള്ള തേർവാഴ്ചകളെ നാം കണ്ടെത്തുവാനായിട്ട് മടി കാണിക്കും. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് നമ്മുടെ അരിഷ്ടത നമുക്ക് ബോധ്യപ്പെടാതെ ഇരുന്നു എന്ന് വന്നേക്കും. പക്ഷെ അങ്ങനെ ബോധ്യപ്പെടാതിരുന്നത് കൊണ്ട് ഞാൻ മിടുക്കനാണ് എന്ന്, അല്ലെങ്കിൽ ദൈവം മുമ്പാകെ എല്ലാത്തിനും പോന്നവനാണ് എന്നുള്ള ഒരു മനോഭാവം ഒരു കാരണവശാലും ഒരു വിശ്വാസിക്ക് വച്ച് പുലർത്തുവാനായിട്ട് സാധ്യമല്ല. ഇത് നാം പ്രത്യേകിച്ച് തിരിച്ചറിയേണ്ടുന്ന ഒരു വസ്തുത. പ്രിയമുള്ളവരെ, ദൈവിക സ്റ്റാൻഡേർഡിന്റെ മുമ്പാകെ, ദൈവിക വിശുദ്ധിയുടെ മുമ്പാകെ നമുക്ക് എങ്ങനെ നിൽക്കുവാനായിട്ട് സാധിക്കും? ഒരിക്കലും സാധ്യമല്ല. അതേസമയം തന്നെ നമ്മിലേക്ക് തന്നെ നാം മറ്റാരിലേക്ക് തിരിഞ്ഞു നോക്കണം. പലപ്പോഴും ഈ ആത്മീക അഹങ്കാരം കടന്നു വരുന്നതിന്റെ കാരണം എന്ന് പറയുന്നത്, നാം പലപ്പോഴും നമ്മുടെ നിലവാരം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് വയ്ക്കുന്നത് ഏറ്റവും മോശപ്പെട്ട ഒരു വ്യക്തിയുടെ നിലവാരം വെച്ചിട്ടാണ്. ഒരു സ്ഥലം സഭയിൽ ഞാൻ മിടുക്കനാണെന്ന് ആർക്കെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വച്ചിരിക്കുന്ന നിലവാരം എന്ന് പറയുന്ന ആ സ്ഥലം സഭയിലെ ഏറ്റവും മോശം എന്ന് കരുതുന്ന ഒരു വ്യക്തിയുടെ ഒരു നിലവാരത്തിലായിരിക്കാം നാം കമ്പയർ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഞാൻ എല്ലാവരേക്കാളും മിടുക്കനെന്ന് തോന്നി. എന്നാൽ ഇവിടെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ലൈഫിൽ നമ്മെ സ്വാധീനിക്കുന്ന ഈ ഒരു ഘടകമുണ്ടല്ലോ, ജഡം എന്ന് പറയുന്നത്, അത് ഏത് വഴിയിൽ കൂടെ പാവം കടന്നു പോയാൽ അത് ഈ ബാറ്റിൽ ഗ്രൗണ്ട് എന്നുള്ള നിലയിൽ അത് റെസ്പോണ്ട് ചെയ്യുന്നതാണ്. അത് അവിടെ നിന്ന് പടക്കോപ്പുകൾ സ്വയമായിട്ട് നിർമ്മിച്ച് ഉപയോഗിച്ച് നമ്മെ തന്നെ കീഴടക്കുവാനും കീഴ്പ്പെടുത്തുവാനും അതിൻ്റെതായിട്ടുള്ള പ്രലോഭനങ്ങൾക്ക് വശംവദരായി നമ്മെ പരാജയപ്പെടുത്താനും സാധിക്കും. അപ്പൊ അങ്ങനെ ഒരു അരിഷ്ടത ബോധ്യപ്പെടുവാനായിട്ട് ആർ എന്നെ വിടുവിക്കും? ഒരു വിടുതൽ ആവശ്യമാണ്, ഒരു ഡെലിവറൻസ് ആവശ്യമാണ്. അപ്പൊ ചോദിക്കും, പൗലോസ് വിടുവിക്കപ്പെട്ടില്ലയോ? തീർച്ചയായിട്ടും അവൻ വീണ്ടെടുക്കപ്പെട്ടവനാണ്, അവൻ രക്ഷിക്കപ്പെട്ടവനാണ്. എന്നാൽ രക്ഷിക്കപ്പെട്ടവന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ ആവശ്യമുണ്ട്, ഒരു വീണ്ടെടുപ്പ് ആവശ്യമുണ്ട്. അതെന്ത് വീണ്ടെടുപ്പാണ്? തൊട്ട് താഴെ ഇവിടെ പറയുന്നുണ്ട്, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും. ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും.
പ്രിയമുള്ളവരെ, ഇത് ഒരു വലിയ ചോദ്യമാണ്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ഈ ചോദ്യമായിട്ട് നിൽക്കുന്നില്ല. ചോദ്യത്തിന് ഉത്തരവും ഇതിനെ തുടർന്നും ഇതിന്റെ പിന്നിലത്തെ അധ്യായത്തിലും ദൈവാത്മാവ് നൽകുന്നു. ഈ ഒരു ആശയം, മരണത്തിന് അധീനമായിട്ടുള്ള ശരീരം, അതിന് ഒരു പക്ഷെ പൗലോസിനെ പ്രേരിപ്പിക്കുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് ഈ സാധാരണ കൊലപാതകങ്ങൾ അല്ലെങ്കിൽ തർസോസിലെ ഒരു പ്രത്യേക രീതിയെക്കുറിച്ച് ഞാനിങ്ങനെ വായിച്ചു കേട്ടിട്ടുണ്ട്. അതായത് ആരെങ്കിലും ഒരു വ്യക്തിയെ കൊന്നു കഴിഞ്ഞാൽ, ഒരു കൊലപാതകം നടത്തി കഴിഞ്ഞാൽ അവന് ശിക്ഷയായിട്ട് കൊടുക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഈ കൊല്ലപ്പെട്ടവന്റെ ശവശരീരം ആ കൊലപാതകന്റെ ശരീരത്തോട് ചേർത്ത് ബന്ധിച്ചു കൊടുക്കും. എന്താ? കൊല്ലപ്പെട്ടവന്റെ ശവശരീരം കൊലപാതകന്റെ ശരീരത്തോട് ചേർത്ത് ബന്ധിച്ചു കൊടുക്കും. അവൻ ആ ശരീരത്തിന്റെ ദിവസങ്ങളോളം അതിന്റെ ദുർഗന്ധവും അതിന്റെ ദ്രവത്വവും ഒക്കെ കണ്ടും അനുഭവിച്ചും അത് ശരീരത്തോട് ചേർത്ത് കൊണ്ടു നടക്കുന്ന ഒരു ശിക്ഷാക്രമത്തെ കുറിച്ചുള്ള ഒരു പ്രേരണയിൽ നിന്നാകാം ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും. നാം ഇങ്ങനെ ചിന്തിച്ചു നോക്കിക്കോളൂ. രക്ഷിക്കപ്പെട്ട ദൈവവിതൽ എന്നുള്ള നിലയിൽ പുതിയ മനുഷ്യനായിട്ട്, പുതിയ സൃഷ്ടിയായിട്ട് തീർക്കപ്പെട്ട എന്നോട് ചേർന്ന് മരണത്തിന് അധീനമായിട്ടുള്ള പാപത്തിന് വശംവദനാകുന്ന ഒരു ശരീരം എന്നോട് ചുറ്റിക്കെട്ടി എന്നോട് ബന്ധിച്ച് ഞാൻ അതിൻ്റെ അകത്ത് ആയിരിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ശ്വാസം മുട്ടൽ എത്രമാത്രമായിരിക്കും. ഈ ശ്വാസം മുട്ടൽ, ഈ തിങ്ങി വിങ്ങൽ, ഇത് ഒരു വിശ്വാസിക്ക് മാത്രമേ തിരിച്ചറിയുവാനായിട്ട് സാധിക്കൂ. ഇതാണ് ഇവിടെ പറയുന്നത്. ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? ഇതൊരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഉത്തരം തൊട്ടടുത്ത വാക്യത്തിൽ, ഈ മരണത്തിന് അധീനമായ ശരീരം 25-ാമത്തെ വാക്യത്തിൽ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഓ, ദൈവത്തിന് സ്തോത്രം. ഈ പ്രേരണകളിൽ നിന്നും, ഈ പാപത്തിന്റെ മുമ്പിലുള്ള പരാജയത്തിൽ നിന്നും എന്നെ വിടുവിക്കുവാനായിട്ട് മതിയായ ഒരു കർത്താവ് നമുക്കുണ്ട്. എങ്ങനെയാണ് വിടുതൽ? 2 വിധത്തിലാണ് അതിന്റെ ഉത്തരം നൽകിയിരിക്കുന്നത്. ഒന്നാമത്തെ ഉത്തരം എന്ന് പറയുന്നത്, ഈ പാപത്തിന്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മിൽ നൽകിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നതിലൂടെ ഈ പാപത്തിന്റെ പ്രേരണകളെ, ജഡത്തിന്റെ ആ അതിഭീകരമായിട്ടുള്ള തേർവാഴ്ചയ്ക്ക് ഒരു അറുതി വരുത്തുവാനായിട്ട് ദൈവാത്മാവിനെ നമ്മൾ നൽകിയിരിക്കുകയാണ്. ആത്മാവ് നമുക്ക് സഹായമായിട്ട് നൽകിയിരിക്കുകയാണ്. ആത്മാവ് നടത്തുന്നവർ ദൈവത്തിന്റെ മക്കളാകുമെന്ന് നാം വായിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല എന്ന് നമ്മൾ 8-ാം അധ്യായത്തിൽ വായിക്കുന്നു. അപ്പൊ ആ നിലയില് ദൈവത്തിന്റെ ആത്മാവിനെ നൽകുന്നതിലൂടെ ഈ പരാജയത്തെ അതിജീവിക്കുവാനായിട്ട് നമുക്ക് അവസരം നൽകിയിരിക്കും. അതാണ് നമ്മൾ 8-ാം അധ്യായ അവസാന വാക്യത്തിൽ വായിക്കുന്നത്. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. രണ്ടാമതായിട്ട് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് അടുത്ത അധ്യായത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താ? 8-ാമത്തെ അധ്യായത്തില് 23-ാമത്തെ വാക്യത്തിൽ, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? ഇവിടെ ഇതാ ഒരു വലിയ വിടുതൽ, ഒരു വലിയ പ്രത്യാശ ദൈവമക്കൾക്ക് നൽകിയിരിക്കുകയാണ്. ഏതാ? ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട്. അതായത് ഇന്ന് നമ്മുടെ ശരീരത്തിൽ ഈ പഴയ പാപജഡവും അല്ലെങ്കിൽ ആദാമ്യ സ്വഭാവവും പ്രകൃതവും ഒക്കെ കുടികൊണ്ട് അതിന്റെ അധികാരം നടത്തുന്നു എങ്കിൽ, ഈ മരണത്തിന് അധീനമായിട്ടുള്ള ഒരു ശരീരത്തിലാണ് നമ്മൾ വസിക്കുന്നതെങ്കിൽ, ഈ പാപത്തിന് വശംവദരായ ഒരു ശരീരത്തിലാണ് നാം വസിക്കുന്നതെങ്കിൽ, ഈ പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് തന്നെ നമ്മെ വിടുവിക്കുന്ന ഒരു വലിയ ഭാവി, ഒരു വലിയ പ്രത്യാശ നമുക്ക് നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ ശരീരത്തിൽ ഞരങ്ങിക്കൊണ്ട് ആയിരിക്കുകയാണ്, അല്ലെ? സർവസൃഷ്ടിയും ഇന്ന് ഒരുപോലെ ഞരങ്ങി ഈറ്റുന്നതോടുകൂടി ഇരിക്കുന്നു, അല്ലെ? ഇനി അതിന്റെ 20-ാമത്തെ വാക്യം, സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്നുള്ള വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. അപ്പൊ ആ നിലയില് ഒരു ഞരക്കത്തിന്റെ അനുഭവത്തിൽ സൃഷ്ടിയും ദൈവമക്കളും ഇവിടെ ആയിരിക്കുന്നുവെങ്കിൽ എന്താ? നമ്മുടെ ശരീരങ്ങളെ വീണ്ടെടുക്കുന്ന ഒരു വലിയ വീണ്ടെടുപ്പുണ്ട്. അത് കർത്താവിന്റെ വരവിങ്കൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അവന്റെ പ്രത്യക്ഷതയെങ്കിൽ
അത് സംഭവിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. നാം ഇതേ കാര്യങ്ങൾ കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 15-ാം അധ്യായത്തില് അതിന്റെ 52-53 വാക്യങ്ങളില് നമുക്കറിയാവുന്ന ഭാഗമാണ്. അവിടെ നാം ഇങ്ങനെ വായിക്കുകയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 15-ാം അധ്യായം 52-53 വാക്യം. നാം എല്ലാവരും, ഒരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാലത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ത്വരിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കണം. വീണ്ടും എന്റെ 56-57 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, അങ്ങനെ സംഭവിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാക്കും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഒരു ജയഘോഷം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. റോമാലേഖനം 7-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഒരു വിലാപമാണ് നൽകുന്നതെങ്കിൽ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായിട്ടുള്ള ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കുമെന്ന് കരയുകയാണെങ്കിൽ, ഇതാ ഇവിടെ എന്താ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഈ വായിച്ച ഭാഗത്ത് എന്താണ് മറുപടി പറഞ്ഞിരിക്കുന്നത്? 25-ാം വാക്യം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന പാപത്തോടുള്ള ബന്ധത്തിൽ അവൻ അനുഭവിക്കുന്ന ഒരു ഇന്നർ കോൺഫ്ലിക്റ്റിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് യാഥാർത്ഥ്യമാണ്. എത്ര നിഷേധിച്ചാലും അത് വസ്തുതാപരമാണ്. അത് ഇല്ല എന്ന് പറഞ്ഞിട്ട് അതിന്റെ സാന്നിധ്യത്തെ നാം തിരസ്കരിക്കേണ്ടതില്ല. കണ്ണടച്ച് ഇരുട്ടാക്കുന്നതിൽ അർത്ഥമില്ല. അത് വാസ്തവമാണ്. അങ്ങനെ ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് മെച്വർ ക്രിസ്ത്യൻ ആണെങ്കിലും, ഏത് പക്വതയുള്ള വിശ്വാസിയാണെങ്കിലും എന്തിന് സാധ്യതയുണ്ട്? ഈ ഒരു പരാജയത്തിന് സാധ്യതയുണ്ട്. എന്നാൽ അതിനെ അതിജീവിക്കുവാൻ ആത്മാവിനെ അനുസരിക്കുന്നതിലൂടെ, ആത്മസ്വഭാവം വർദ്ധിക്കുന്നതിലൂടെ, ആത്മാവിനെ കീഴ്പ്പെടുന്നതിലൂടെ ആ നിലയിൽ നമുക്കിതിനെ അതിജീവിക്കുവാനായിട്ട് ദൈവം ഭൂമിയിൽ വെച്ച് ഇതിന് അവസരം നൽകുന്നുണ്ട്. എങ്കിലും അത് സിൻലെസ് പെർഫെക്ഷൻ ആയിരിക്കുന്നില്ല. അത് സമ്പൂർത്തിയുള്ള ഒരു പൂർണ്ണത അവകാശപ്പെടുവാൻ നമുക്ക് സാധ്യമല്ല. എന്നാൽ ഇതിലൊക്കെ ഒരു പൂർണ്ണ ജയം ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. അത് കർത്താവിന്റെ വരവിങ്കൽ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം പ്രാപിക്കുന്നതിനോടൊപ്പം ദൈവം നമുക്ക് നൽകാൻ പോവുകയാണ്. ഈ ഞരക്കത്തിന്റെ വിലാപത്തിന്റെ വാക്കുകളെ സ്വർഗത്തിൽ ഒരു വിശ്വാസിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകുക. എന്തുകൊണ്ടെന്നാൽ അവൻ പൂർണ്ണമായിട്ട് രക്ഷിക്കപ്പെട്ടവനാണ്. അവന്റെ പ്രാണനവും ദേഹവും ദേഹിയും അശേഷം അനിന്യമായിട്ട് ദൈവസന്നിധിയിൽ വെളിപ്പെടും വണ്ണം കാക്കപ്പെടുവാൻ പോവുകയാണ്. അത് ഉറപ്പാക്കിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ, നമ്മളൊരു പ്രവൃത്തി അവൻ പുരോഗമിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്, സഫലമാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് അവൻ കൊണ്ടുവന്ന് എത്തിക്കുക തന്നെ ചെയ്യും. അവൻ പാതി വഴിയിൽ ആ ഒരു പ്രക്രിയ അവസാനിപ്പിക്കുന്നവനല്ല. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അതുകൊണ്ട് തന്നെ അതിന്റെ സമ്മറൈസേഷൻ എന്നുള്ള നിലയിൽ അതിന്റെ അവസാന വാക്യം 25-ാം വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗം, ഇതിന്റെ ഒരു ഇതുവരെ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു സംക്ഷിപ്ത ഒരു കൺക്ലൂഷൻ ആയിട്ട് നമുക്കതിനെ കാണുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കുന്നു. ഞാൻ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെ സേവിക്കുന്നു. ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ നിവർത്തിക്കുവാനായിട്ട് ഞാൻ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. ഞാൻ അതിനുവേണ്ടി ഉത്സുകനാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ പ്രതിജ്ഞാബദ്ധമാണ്. എന്നാൽ എൻ്റെ ശരീരത്തിൽ കുടികൊള്ളുന്ന ഈ പഴയ മനുഷ്യന്റെ സാന്നിധ്യം ഞാൻ നിരാകരിക്കുന്നില്ല. എന്നെ പരാജയപ്പെടുത്തുവാനായിട്ട് തക്കം നോക്കി നിൽക്കുന്ന ആ പഴയ മനുഷ്യന്റെ സാന്നിധ്യം, അത് പാപത്തിന് എപ്പോഴും എക്സ്പോസ്ഡ് ആണ്. അങ്ങനെ ഒരു 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 ബാറ്റിൽ ഗ്രൗണ്ട് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ കുടികൊള്ളും. എന്നാൽ ഇതിനൊരു അവസാനമുണ്ട്, ഒരു പരിസമാപ്തിയുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് ഈ രാത്രികാലം നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രിയമുള്ളവരെ, ഈ വേദഭാഗം ഇത് അപ്പോസ്തലനായ പൗലോസ് തന്റെ വർത്തമാന കാലത്തിലെ ക്രിസ്തീയ ജീവിതത്തിലെ അനുഭവത്തെ കുറിച്ചുള്ള പരാമർശം. ഇത് ഒരിക്കലും നമുക്ക് പ്രോത്സാഹനമായിട്ടല്ല ഇത് പറഞ്ഞിരിക്കുന്നത്. പിന്നെയോ നാം തിരിച്ചറിയേണ്ടതുണ്ട്, നാം കണ്ണു തുറന്ന് കാണേണ്ടത് എന്താണ് നമ്മിൽ സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയേണ്ടത്. ഒരുപക്ഷെ പാപത്തിന്റെ പ്രലോഭനങ്ങളിൽ
വീഴ്ച സംഭവിക്കുന്നുവെങ്കിൽ അതോടുകൂടെ സകലം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് എന്റെ രക്ഷ ഇല്ലാതായി പോയി എന്ന് പറഞ്ഞിട്ട് ഒളിച്ചോടുവാനായിട്ടല്ല. എന്റെ രക്ഷ എന്ന് പറയുന്നത് അത് ദൈവം അത് തുടങ്ങിയ ഒരു പ്രവൃത്തിയാണെന്നും അത് പൂർത്തീകരണത്തിലേക്ക് പുരോഗമിക്കുന്നതാണെന്നും ഉള്ള വസ്തുത നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ദൈവം അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. എന്നാൽ അതിനകത്ത് ഇൻബിറ്റ്വീൻ ഇത് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. കാരണം ഈ പിശാചിന്റെ തന്ത്രങ്ങളും പാപത്തിന്റെ പ്രലോഭനങ്ങളും നാം തിരിച്ചറിയാത്തിടത്തോളം അത് നാം എവിടെയാണ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുന്നില്ല എങ്കിൽ അതിനെതിരെ ജാഗ്രതയുള്ളവരായിരിക്കുവാൻ ജാഗ്രതയുള്ളവരായിട്ട് ക്രിസ്ത്യ ജീവിതം നയിക്കുവാനായിട്ട് നമ്മെ പ്രബോധിപ്പിക്കുന്ന ഒരു സാക്ഷ്യമാണ് പൗലോസിന്റെ ഒരു സാക്ഷ്യമാണ്. അത് ഒരു ഇൻട്രോസ്പെക്ഷൻ ആയിട്ട് വേണമെങ്കിൽ പൗലോസ് തന്നിലേക്ക് തന്നെ നോക്കിയിട്ട് പറയുമ്പോൾ ഇത് പൗലോസിന്റെ മാത്രം പ്രശ്നമല്ല എന്നുള്ളത് നാം തിരിച്ചറിയുക. എന്നെയും നിങ്ങളെയും ഒക്കെ ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. എന്നാൽ അതിന്റെ മുമ്പാകെ നിരാശപ്പെടുവാനല്ല, അതുകൊണ്ട് സകലവും അവസാനിച്ചു എന്ന് ചിന്തിക്കുവാനല്ല, പിന്നെയോ ഇതിന് ബദലായിട്ട്, ഇതിന് പരിഹാരമായിട്ട് ദൈവമക്കൾക്ക് വിശേഷമായിട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതത്തിന് മാർഗങ്ങൾ അവൻ നൽകിയിട്ടുണ്ട്, അതിനുള്ള റിസോഴ്സസ് അവൻ നൽകിയിട്ടുണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ആ നിലയിൽ വിജയകരമായിട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതത്തിലേക്ക് നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാക്ഷ്യമായിട്ട്, ഒരു പാരഗ്രാഫായിട്ട്, ഒരു വചനഭാഗമായിട്ട് ഈ വസ്തുതയെ നാം എടുക്കേണ്ടതും ഇത് ഒരു വിമർശന ബുദ്ധിയോടുകൂടെയല്ല, നെഗറ്റീവ് ചിന്താഗതിയോടുകൂടെയല്ല, പിന്നെയോ ഇത് നമ്മുടെ ആത്മീക വർധനയ്ക്ക് പ്രയോജനകരമായിട്ട് ഇതിന്റെ ആശയങ്ങളെ നമുക്ക് വിനിയോഗിക്കാം. ദൈവജനത്തിൽ കൂടുതൽ നമുക്ക് ശ്രദ്ധയുള്ളവരായിട്ട് ഈ ഒരു സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെതിരെ ജാഗ്രതയുള്ളവരായിട്ട് നമുക്ക് ജീവിക്കാം. ദൈവാത്മാവ് നമ്മെ സഹായിക്കും.